us to exalt him on a weekly basis. സ്ക്രിപ്ചേഴ്സ് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി ജീസസ് ഒരു അന്ധന് കാഴ്ച കൊടുത്തു. ആ ഒരു അന്ധന് കാഴ്ച കൊടുത്തുകൊണ്ട് എന്ത് ഗുണം? ലോകത്തിലെ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് അന്ധരുണ്ട്. ഒരു കുഷ്ഠന്റെ കുഷ്ഠരോഗം മാറ്റിയതുകൊണ്ട് എന്ത് ഗുണം? ലോകത്തിൽ എത്രയോ കുഷ്ഠന്മാരുണ്ട്. ദൈവത്തിന്റെ മുമ്പിൽ പെണ്ണ് കേട്ട ഒറ്റ ഒരാളുടെ മാത്രം അസുഖം മാറ്റിക്കൊണ്ട് ഗുണമില്ല. ദൈവം ഇത്രയും ശക്തനാണെങ്കിൽ ദൈവത്തിന് അന്ധത പൂർണ്ണമായും തുടച്ചു നീക്കാം, എല്ലാ അന്ധർക്കും കാഴ്ച നൽകാം, എല്ലാ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്താം. പക്ഷെ എന്തുകൊണ്ട് ഒരാളെ മാത്രം, അല്ലെങ്കിൽ എന്തുകൊണ്ട് കുറച്ചു പേരെ മാത്രം? 5 അപ്പം കൊണ്ട് ആ സർമണ് വന്ന ആൾക്കാരെ മാത്രം കൂട്ടിയപ്പോൾ ലോകത്ത് എത്രയോ ആളുകൾ പട്ടിണി കൊണ്ട് മരിക്കുന്നു. സോ ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് കെപ്റ്റ് coming back to him. That is what made him question religion, made him question why God is a seemingly selfish and seemingly rather arrogant a being. ഈ ക്വസ്റ്റ്യൻസ് മാനിപ്പുലേറ്റ് ചെയ്താണ് ഇദ്ദേഹത്തിന്റെ എത്തീസത്തിലോട്ട് ഉള്ള ചുവടുവെപ്പ്. ഇവിടെ ഇദ്ദേഹത്തിന്റെ എത്തീസം പറയുമ്പോൾ നമുക്ക് ഇദ്ദേഹം റെഫർ ചെയ്യുന്ന വേറൊരു വേൾഡ് ഫേമസ് എത്തീസും കൂടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ എത്തീസും കൂടെ ഒന്ന് റെഫർ ചെയ്യണം, ബിക്കോസ് ഹി ഹാസ് റെഫർഡ് ഡയറക്ട്ലി ഇൻ ഹിസ് ബുക്ക്. സോ ഐ എം ഗോണ ഗിവ് യു 3 last sentences of a very famous book. If someone can identify the book, please tell me which one it is. This is a loose translation of the original work. You have nothing to lose but your chains, and you have a world to win. Workers of the world unite. You have nothing to lose but your chains and a world to win. Workers of the world unite. ഇത് ഏത് പുസ്തകത്തിന്റെ അവസാനത്തെ 3 വരികളാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. No surprise there. Who answered? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ അവസാനത്തെ 3 വരികളാണിത്. അപ്പം ഇതിനകത്ത് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയ ഫ്രെഡറിക് എംഗൽസും കാൾ മാർക്സും സ്റ്റോൺസ് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. കാൾ മാർക്സ് മതത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വളരെ പ്രസിദ്ധമായ വരിയുണ്ട്. റിലീജിയൻ ഇസ് ദ ഓപ്പിയം ഓഫ് ദ മാസസ്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. ബട്ട് ദാറ്റ് ലൈൻ ഇസ് ആക്ച്വലി മിസ്കോട്ടഡ്. What Marx said was not a dismissal of religion, but an accusation against religion. What Marx said was that religion offers a illusion of happiness. ഈ ജീവിതത്തിൽ, നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ നിങ്ങൾ പ്രയത്നിക്കൂ, ടോയിൽ ചെയ്യൂ, നിങ്ങൾ ദുരിതം അനുഭവിക്കൂ. അടുത്ത ജീവിതത്തിൽ, ഈ മരണാശേഷമുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് അത്രയും തന്നെ സുഖവും സൗഖ്യവും സമാധാനവും ലഭിക്കും. The meek shall inherit the earth. ദുഷ്ടനെ ദൈവം പലപോലെ വളർത്തും. All these edicts apparently promise a happiness after this lifetime which no one has seen or heard or has any real proof of. ഇപ്പൊ മാർക്സ് പറഞ്ഞത് ഈ നമ്മളെ തളച്ചിടുന്ന ചങ്ങലകളിൽ വെറും പൂക്കളും ഡെക്കറേഷനും മാത്രമാണ് മതം. So instead of chasing after real happiness, real progress, and real betterment of our life in this lifetime, religion asks us to wait patiently, meekly, bluntly during this lifetime and bear the sufferings so that we go to a next lifetime and get better at it, better life, which no one has seen, heard, or has any proof of. അപ്പം മാർക്സ് തൊട്ട് ഹിച്ചൻസ് വരെ എല്ലാവരും പറയുന്ന ഒരേ കാര്യമാണ്, മതം ഒരു ഇല്യൂഷൻ ഓഫ് ഹാപ്പിനെസ് ആണെന്നുള്ളത്. സോ ദാറ്റ് അബോളിഷൻ ഓഫ് ദ ഇല്യൂഷണറി ഹാപ്പിനെസ് ഇസ് എസെൻഷ്യൽ ടു ദ പീപ്പിൾസ് ക്വസ്റ്റ് ഫോർ ആക്ച്വൽ ഹാപ്പിനെസ്. ദാറ്റ് ഇസ് വാട്ട് Karl Marx says, and that is what Mr. Hitchens refers so many years later. ഇതോടുകൂടി നമുക്ക് ആ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ഒരു ഇൻസൈറ്റ് തീരുകയാണ്. ദ ചാപ്റ്റർ ഗോസ് ഓൺ ടു ഇലാബറേറ്റ് ദീസ് പോയിന്റ്സ് വെരി ബ്യൂട്ടിഫുള്ളി, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ ഐഡിയ ഓഫ് റിവ്യൂ. ദ റിവ്യൂ ജസ്റ്റ് ഗിവ്സ് എ ടേസ്റ്റ് ഓഫ് ദ ടോപ്പിക്, ദ ടേസ്റ്റ് ഓഫ് വാട്ട് ദ ഓഥർ ഇസ് ട്രൈങ് ടു ടെൽ യു. ആ ആർഗ്യുമെന്റ്സ് വായിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. സോ ഐ എം ജസ്റ്റ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ. അടുത്ത ചാപ്റ്ററിന്റെ ടൈറ്റിൽ വളരെ ബ്ലണ്ട് ആണ്. ചാപ്റ്റർ 2 ഇസ് ടൈറ്റിൽഡ് റിലീജിയൻ കിൽസ്. മതം
മനുഷ്യനെ കൊല്ലുന്ന ഒരു വസ്തുതയാണ് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിന്റെ ഹെഡിങ്. സോ വി നോ ഹൗ മച്ച് ഡാമേജ് റിലീജിയൻ ഹാസ് കോസ്റ്റ് ഹിസ്റ്റോറിക്കലി. പലപ്പോഴും എക്സാജറേറ്റ് ചെയ്യപ്പെടുന്നെങ്കിലും ഒരു മേജർ കാറ്റസ്ട്രോഫി ആയിരുന്ന ക്രൂസൈഡ്സ്, the religious crusades of the Christian eras, the persecution of Catholics, the persecution of Jews, the witch hunts, the support of slavery, all the way down to the Israel-Palestine war, the India-Pakistan war, the Abyssinia-Somalia conflicts. So many conflicts in the world have stemmed from religion. മതം മൂലകാരണമായ ഒരുപാട് യുദ്ധങ്ങൾ, ഒരുപാട് സംഘടനകൾ, ഒരുപാട് ബ്ലഡ് ഷെഡ് has happened in this world. നമുക്ക് but these are all statistics. Let's look at individual events. 14 വയസ്സുള്ള മലാലെ അവളുടെ സ്കൂൾ ബസ്സിൽ കയറി ഒരു ആയുധധാരി തലയ്ക്ക് വെടിവെക്കുകയാണ്. And Taliban took responsibility for that event immediately. And what did Taliban give as an explanation to that shooting of a 14-year-old girl in her own school bus? They said that she represented a new chapter of obscenity. വൈകൃതത്തിന്റെ പുതിയൊരു അധ്യായമാണ് അവൾ അവിടെ കുറിച്ചത്. ആൻഡ് വി ഹാവ് ടു ഫിനിഷ് ദാറ്റ് ചാപ്റ്റർ. ഞങ്ങൾക്ക് ആ അധ്യായം അവിടെ വെച്ച് തീർക്കണമായിരുന്നു. The obscenity that they referred to was education of women, education of young girls. ലോകത്തിന്റെ മറ്റേ അറ്റത്ത് ആൻഡേഴ്സ് ബഹിങ് ഒരു വ്യക്തി വളരെ പീസ്ഫുള്ളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു നോർവീജിയൻ മോസ്ക്, ഒരു മുസ്ലിം മോസ്കിൽ കയറി 77 പേരെ വെടിവെച്ചു. അയാളുടെ 1500 പേജുള്ള ഒരു മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നതും ഇതേ മതത്തിനോടുള്ള ആകർഷണവും മതത്തിനോടുള്ള വിദ്വേഷവുമായിരുന്നു. മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും തുടച്ചു നീക്കണം, അതായിരുന്നു അയാളുടെ വാക്യം. സോ ഇറ്റ് ഡസന്റ് ഡിപ്പെൻഡ് അപ്പോൺ റിലീജിയൻ. The idea of religion as a cause of violence is well established in history. We'll go into more details later. നിങ്ങൾക്ക് ബാക്കി ഇവന്റ്സ് അറിയാം. 9/11 അമേരിക്കയിൽ, 7/11 ഇന്ത്യയിൽ, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഇത്രയും നാൾ നീണ്ടു നിന്ന കോൺഫ്ലിക്ട്, സോ മെനി ഡെത്ത്സ്, all of this stem from religion. ഇനി മിസ്റ്റർ ഹിച്ചൻസ് ആ ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് കുറച്ചൊരു ഡീപ്പായിട്ട് പോകുന്നുണ്ട്. This is the core idea of the chapter, that religion has spurred violence. He looks at it a little bit more deeply, a little bit more intellectually in a later chapter. There we'll go a little bit deeper into this, but the idea of the second chapter is that religion has caused a lot of pain, and something that supposedly good should not be the cause of such pain. Chapter 3 അദ്ദേഹം സംസാരിക്കുന്നത് റിലീജിയന്റെ റെസ്ട്രിക്ഷൻസിനെ കുറിച്ചാണ്. The chapter is titled A Short Digression on the Pig, Why Heaven Hates Ham. എന്തുകൊണ്ട് ദൈവങ്ങൾക്ക് പന്നിയെ പേടിയാണ് അല്ലെങ്കിൽ പന്നിയെ വെറുപ്പാണ് എന്നുള്ളതാണ് ചാപ്റ്ററിന്റെ ടൈറ്റിൽ. ഇറ്റ് ഇസ് എ വെരി ഡിറക്റ്റ് ടൈറ്റിൽ. നമുക്കത് ഒരു അമേരിക്കൻ അല്ലെങ്കിൽ ഒരു മിഡിൽ ഈസ്റ്റ് കൺസെപ്റ്റിൽ നിന്ന് മാറി ലോക്കലായിട്ടും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഇഫ് വി extrapolate that to India, we have our own beef bans, our own conflicts with food. 3 നേരം പോയിട്ട് 1 നേരം പോലും ആഹാരം കഴിക്കാൻ വകുപ്പില്ലാത്ത ആളുകളുള്ള നാട്ടിൽ നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് നീ എന്ത് കഴിച്ചു എന്ന് ചോദിക്കുന്നതിന്റെ ഒരു crudeness, inhumanity of it, that stems largely from religion. No atheist has ever asked another atheist what he ate. The most he might have asked is whether he has eaten. What you ate and whether that conflicts with my belief is a purely religious idea. ഇതിനെ കുറച്ചൊരു ഫോറിൻ ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ സ്പെയിനിൽ പോയിട്ട് ഒരു വീട്ടിലോ ഒരു ഹോട്ടലിലോ ഒരു റെസ്റ്റോറൻറ്റിലോ എവിടെയാണെങ്കിലും പോയി കഴിഞ്ഞാൽ they offer you a very courteous free platter of delicacies. This is what the author hinges this chapter upon. That's why I'm telling you this. This platter consists of an assortment of meat products which are very tasty, very succulent.
But the catch is that most of this meat is actually pig meat. പന്നി ഇറച്ചിയാണ് ഇതിൽ ഓൾമോസ്റ്റ് 99% വരുന്നത്. പല ടൈപ്പ്, പല കട്ട്സ് ഓഫ് പിഗ്, ബേക്കൺ, thighs, etc. All of them prepared deliciously. ഇതിനൊരു വളരെ സിനിസ്റ്റർ ഹിസ്റ്ററി ഉണ്ടെന്നാണ് ഓത്തർ പറയുന്നത്. The history is that at some point long ago, not that long ago, but long ago, Spain had a forceful conversion of Jews and Muslims to Christianity. But even after the conversion, the forced conversion, people were not ready to believe that these people actually converted. So how do you check whether a Jew or a Muslim has actually converted? By force feeding them pig meat and checking whether they are happily eating it or not. ആ ഒരു സിനിസ്റ്റർ ആചാരത്തിൻ്റെ ഒരു റെമനന്റ് ആണ് ഇപ്പോൾ ഈ കാണുന്ന supposed hospitality of offering a meat platter. So even the more inconspicuous, what do you say, tendencies that many nations display come from a deep-seated hatred towards others, as we all call them. So basically it goes further. അദ്ദേഹം പല ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പണ്ട് 1990s മാഡ് കൗ ഡിസീസ് യൂറോപ്പിൽ വന്നപ്പോഴത്തേക്കും അവിടുത്തെ കൗസിനെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് പ്രൊട്ടക്ട് ചെയ്യാമെന്ന് നമ്മുടെ പല റിലീജിയസ് സെലോട്ട്സും പറഞ്ഞതുൾപ്പെടെ ഒരുപാട് റെഫറൻസ് അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഇനഫ്, ഈവൻ ദർ ആർ റെഫറൻസസ് ടു activism in Europe to ban bedtime stories of the three little pigs. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഒരു പിഗ് ഗ്രാസ് വെച്ച് വീട് വെച്ചു, ഒരു പിഗ് കമ്പ് വെച്ച് വീട് വെച്ചു, ഒരു പിഗ് കല്ല് വെച്ച് വീട് വെച്ചു, വൂൾഫ് വന്ന് ഊതി. ആ സ്റ്റോറി പോലും ബിക്കോസ് എ പിഗ് ഇൻവോൾവ് ഇൻ ദ സ്റ്റോറി ഒഫെൻസീവ് ആണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആക്ടിവിസം ഉണ്ട് എന്നാണ് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത്. ആൻഡ് ദിസ് ഹി റെഫേഴ്സ് ടു മെനി റെപ്യൂട്ടഡ് പബ്ലിക്കേഷൻസ്. വിന്നി ദ പൂ ബാൻ ചെയ്യണമെന്ന മൂവ്മെന്റ്സ് ഉണ്ട് ഇൻ യൂറോപ്പ് ബിക്കോസ് ഓഫ് ദ ഹേറ്റഡ് ഓഫ് ദ പിഗ്. സോ ദീസ് ആർ ഓൾ വെരി വെസ്റ്റേൺ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ബീഫ് ഉണ്ട്, നമ്മുടേതായ ബീഫ് കോൺട്രവേഴ്സീസും ഉണ്ട്. സോ ഇറ്റ് ഇസ് നോട്ട് വെരി unfamiliar territory for us either. Now, he moves on in chapter 4 to talk about health and how religion affects health. അവിടെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. 2001 അദ്ദേഹം കൊൽക്കത്തയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയിൽ പോളിയോ വാക്സിനേഷന്റെ ഇനിഷ്യൽ സ്റ്റേജസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് എവ്രിവൺ ഇസ് completely invested in polio vaccination. Even prostitutes and the lower strata of society are asked to vaccinate their kids. Promises are given, no questions will be asked, no question of whose kid this is, where did you come from, nothing. Come in, take the 2 drops free, come for the booster and leave. No questions asked, nothing. ആ ഒരു ലെവലിൽ പ്രൊപ്പഗാൻഡയും ആ ഒരു ലെവലിൽ അതിനുള്ള പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ക്രിസ്റ്റഫർ ഹിച്ചൻസ് കൊൽക്കത്തയിൽ വരുന്നത്. ആൻഡ് ഹി വാസ് പാർട്ട് ഓഫ് ദിസ് ക്യാമ്പയിൻ. നൗ ടുവേർഡ്സ് എ ഫാഗ് എൻഡ് ഓഫ് ദിസ് ക്യാമ്പയിൻ there started a rumor that this vaccination was supposed to be a tool for creating infertility among certain classes. And this rumor spread. ഇതൊരു റിലീജിയസ്ലി മോട്ടിവേറ്റഡ് റൂമർ ആയിരുന്നു. കാരണം certain സ്പെസിഫിക് സെക്സ് മാത്രമാണ് ഇൻഫെർട്ടൈൽ ആകാൻ പോകുന്നത് എന്നായിരുന്നു റൂമർ. ഇറ്റ് വാസ് വെരി സ്പെസിഫിക്. Christopher Hitchens does not go into detail about the consequence of this rumor in India, possibly because the rumor did not have that much of a damaging effect in India. But he does talk about 2005 when the similar type of rumor in northern Nigeria caused fatwas to be issued by the Islamic figures banning the vaccine from that country, from the Muslim population of that country, causing a resurgence of polio, which not only affected Nigeria but spread as far as Mecca and Yemen, which were by then polio free. ഈ entire process of vaccination and eradication തിരിച്ചു കൊണ്ടുപോയി this simple fear. മനസ്സിലായി. അപ്പം the religion has a negative impact on health. നമുക്ക് ലോക്കലി നോക്കാം, not in the book but locally നോക്കാം. We have so many archaic practices still being practiced. ഗരുഡൻ തൂക്കം, ശൂലം തറയ്ക്കല്. But these are all things that
are obviously hazards, but we still do it in the name of religion. He's asked the very pertinent question whether religion is good for you or bad for you from different perspectives. ചാപ്റ്റർ 5 വരുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് ദ മെറ്റാഫിസിക്കൽ ക്ലെയിംസ് ഓഫ് റിലീജിയൻ, ദ സൂപ്പർ നാച്ചുറൽ ക്ലെയിംസ് ഓഫ് റിലീജിയൻ. അപ്പൊ അതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് അത് പറഞ്ഞു നിർത്താൻ പറ്റും. അതൊരു കോൺവെർസേഷൻ ബിറ്റ്വീൻ സയന്റിസ്റ്റ് കോൾഡ് ലപ്ലാസ്, who was a French scientist who took forward Newton's work to a huge extent. അദ്ദേഹമാണ് ന്യൂട്ടന്റെ വർക്ക് ആക്ച്വൽ പ്രാക്ടിക്കൽ ലിമിറ്റ്സിലോട്ട് കൊണ്ടുവരുന്നത്. ഇദ്ദേഹം ഒരു 5 വോളിയം immensely scientific ഒരു തിയറം ഇഷ്യൂ ചെയ്തു, which covered a large number of scientific principles which were till date not explored. So Napoleon Bonaparte, who was then the French all in all, called him up and had a conversation with him. അപ്പം അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ്, Napoleon asked Laplace, the scientist, why God did not figure in the calculations. Laplace answered in a very simple manner, I did not need that hypothesis. എനിക്ക് ആ ഒരു വേരിയബിളിന്റെ ആവശ്യം ഇക്വേഷൻസിൽ വന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇറ്റ് വാസ് റാദർ റൂഡ് കമന്റ് ടുവേർഡ്സ് ദ ഓൾ പവർഫുൾ ജനറൽ, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് കമന്റ് ടു മേക്ക്. Now let us explore the fundamental idea of what the author is trying to say here. The idea that the author is trying to put across is the fact that we claim God created everything that we see. How do we come to that conclusion? We look at our own eyes, we look at our hands, we look at our body, we look at a cheetah or an eagle or a hawk, and we say, see, something that complex, that complicated could not have come by its own. Someone should have designed that. We look at a beautiful sunset, we look at the waves on the beach, and we say, see, something that intricate, that magnificent cannot have happened by itself. Someone should have created it. The author puts across a very old question which was posed by one Mr. Occam much earlier. Occam's razor on the theorem, and I think everyone knows that. The same guy put across a very simple question. See, if God is given the credit for creating all of this, then who created God? And immediately that question is quite a disturbing one and people shun it. കാരണം വേറൊന്നുമല്ല, ദൈവത്തെ ആരും ഉണ്ടാക്കില്ല, ദൈവം എന്നും അവിടെ ഉണ്ടായിരുന്നല്ലോ. Then you are again creating the same problem that you solved. Someone who is so powerful and so present that he could create all ഇടയ്ക്ക് കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്ന് നമ്മള് കുറച്ച് തമാശയോട് കേൾക്കുന്ന ഒരു അങ്ങനെ ഒരു ഇത് കേൾക്കാറില്ലേ? അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. അല്ല, ഐ തിങ്ക് കോഴിയാണോ മുട്ടയാണോ ആദ്യം വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കഴിക്കാതിരിക്കുമ്പോഴത്തേക്ക് ഓംലെറ്റ് ആണ് ആദ്യം വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ചിക്കൻ ഫ്രൈ വരുന്നത്. അതിൽ കൂടുതലായിട്ട് ടോപ്പിക്കിൽ എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമില്ല. ബട്ട് യെസ്, ദാറ്റ് ഇസ് ദ problem that we all have. Like, one explanation leads to a more complicated question. It makes more complicated inquiries than it solves. Basically, that is what he says, that this question simply poses another one that is more complex. It doesn't solve anything more than it answers. So doesn't matter. That is what the argument of the metaphysical claims that Mr. Hitchens put forth. The same thing is revisited in chapter 6 with regards to arguments from design. അതായത് ദൈവം എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചു എന്നുള്ള ആർഗ്യുമെന്റ്സിലും സെയിം എൻക്വയറീസ് ആണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. But this chapter is very beautiful because it is a very simple and plain discourse on evolution. നമ്മുടെ ഒരു മനുഷ്യന്റെ കണ്ണ് എങ്ങനെ ഇവോൾവ് ചെയ്തു,
അതിന്റെ ഉൽപ്പത്തി എങ്ങനെയായിരുന്നു, അത് എന്തുകൊണ്ടൊരു പെർഫെക്റ്റ് ഓർഗൻ അല്ല, എന്തുകൊണ്ട് ഒരു കഴുകന്റെ കണ്ണോ അല്ലെങ്കിൽ ഒരു ഈഗിളിന്റെ കണ്ണോ അല്ലെങ്കിൽ ഈവൻ ഒരു മീനിന്റെ കണ്ണോ നമ്മുടെ കണ്ണിനെക്കാട്ടും മച്ച് ബെറ്റർ ആണ്. അങ്ങനെയുള്ള ഒരു വളരെ ബയോളജിക്കൽ ആയിട്ടുള്ള അനാലിസിസ് അദ്ദേഹം നടത്തുന്നുണ്ട്, വിച്ച് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ സിംപ്ലിഫിക്കേഷൻ ഓഫ് എ വെരി കോംപ്ലെക്സ് ബയോളജിക്കൽ പ്രോസസ്. I found that to be an excellent write-up on evolution. By evolution പറയുമ്പോഴത്തേക്കും we have to give credit where it is due. A very old religion that is our own, Hinduism, does postulate evolution in a very simple manner. വിഷ്ണുവിന്റെ ദശാവതാരം എടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഒരു എവല്യൂഷന്റെ കറക്റ്റ് ചെയിൻ ഫോളോ ചെയ്യുന്നുണ്ട്. സോ where does religion end and science begin എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ പോസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ബിക്കോസ് ഹിച്ചൻസ് ഇസ് എ വെസ്റ്റേൺ തിങ്കർ, he does not post the question in the text, the book that we are reviewing. Now we go on to chapter 7, 8 and 9, which deals with religious textbooks. പുള്ളിക്കാരൻ പറയുന്ന ടെക്സ്റ്റ് ബുക്സ് വളരെ സിമ്പിൾ ആണ്. ദ ഓൾഡ് ടെസ്റ്റമെന്റ്, ദ ന്യൂ ടെസ്റ്റമെന്റ്, ദ ബുക്ക് ഓഫ് മോർമോൺ, അങ്ങനത്തെ വെസ്റ്റേൺ religious literature, because this is a western book, a western discourse. അദ്ദേഹം ആ ടെക്സ്റ്റ് ബുക്കുകളാണ് റെഫർ ചെയ്യുന്നത്. We can draw parallels to invite interest into the chapter. നമ്മുടെ ഇന്ത്യൻ റിലീജിയസ് സീൻ നോക്കിക്കഴിഞ്ഞാൽ one of the most common reference to a holy book is Ramayana. Parallelly Bhagavad Gita is also there. Let's look at Ramayana. രാമായണത്തിന് എത്ര വേർഷൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? Anyone has any idea how many versions of Ramayana are there? There are n number of versions of Ramayana, and many of them are very, what do you say, complicated. Dasharatha Jataka എന്നൊരു book ഉണ്ട്, which is basically Ramayana in Buddhism. And in this book, Rama and Sita are brother and sister who marry. Now, this is not a confrontational, or what do you say? This is not a violation of the natural order. ബുദ്ധിസത്തിൽ രാജാവിന്റെ കുടുംബത്തിൽ സിബ്ലിങ്സ് തമ്മിൽ കല്യാണം കഴിക്കുന്നത് കോമൺ പ്രാക്ടീസ് ആയിരുന്നു, ടു കീപ് ദ പ്യൂരിറ്റി ഓഫ് ദ ബ്ലഡ് ലൈൻ, ടു കീപ് ദ ബ്ലഡ് ലൈൻ റോയൽ. സോ the Buddhist idea of sibling marriage is adopted in Ramayana. വാൽമീകി രാമായണത്തിൽ രാമൻ ദൈവമായിരുന്നു? അല്ല, വാൽമീകി രാമായണത്തിൽ രാമൻ മനുഷ്യനാണ്. ഹി വാസ് ഹ്യൂമൻ ബൈ ഓൾ മെഷേഴ്സ്. പക്ഷെ അത് വ്യാസന്റെ ആധ്യാത്മ രാമായണത്തിലേക്ക് പോയപ്പോൾ രാമൻ ദൈവമായി. 7 കാണ്ഡമായിട്ടാണ് രണ്ടും തിരിച്ചിരിക്കുന്നത്. പക്ഷെ രണ്ടാമത്തതിൽ രാമൻ ദൈവമാണ്, ആദ്യത്തിൽ രാമൻ മനുഷ്യനാണ്. There is a very folklore model version of Ramayana in Sri Lanka where Ravana actually wins the battle. ഒരേ religious text, ഒരേ storyline, multiple twists. This is basically the Indianized version of this chapter. How religious text itself has no agreement on a lot of areas. How these texts differ from period to period, from place to place, and from time to time. Religions created in the desert talks about the laws of the desert. It has no knowledge about the Mediterranean climate. It has no knowledge about the polar climate. It has no knowledge about the equatorial climates or the population that resides there. The god is largely from the desert. Christianity, Islam, the religions like Buddhism take up ideas from that region. It is not a world religion. None of the religions are. Lastly, one question. Buddhism non-violence preaching. So are Buddhist monks vegetarian? And the last and most controversial of questions, how did Buddha die? I'm just leaving these questions open just because each chapters എല്ലാം വെസ്റ്റേൺ ആണ്, നമുക്ക് ഇന്ത്യൻ കണ്ടെക്സ്റ്റ് വേണം. That's why I'm keeping these questions open. So it is up to the listeners if they are interested to find out the answers to these things. The first one I'll answer: Buddhist monks are not vegetarian. Vegetarianism in Buddhism is a very new concept. Buddhist monks were
in the initial days hardcore non-vegetarians. This was not because of any edict or script. Buddhism evolved in the Himalayas, the high plains. അവിടെ അധികം പ്ലാന്റ്സും പച്ചക്കറിയും ഒന്നുമില്ല കഴിക്കാനായിട്ട്. There people largely depend upon meat for primary nutrition. It was a requirement of the day. Let's move to chapter 10. The decline of hell, the decline of miracles, basically. That is what the author talks about. ഇവിടെ അദ്ദേഹം പറയുന്ന വേറൊന്നുമല്ല, പണ്ട് ക്യാമറയും വീഡിയോഗ്രാഫിയും ഒന്നും ഇല്ലായിരുന്ന സമയത്ത് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വെള്ളം വീഞ്ഞായിട്ടുണ്ട്, 5 അപ്പം കൊണ്ട് 5000 പേര് ആഹാരം കഴിച്ചിട്ടുണ്ട്, വെള്ളത്തിൽ കൂടെയും എയറിൽ കൂടെയൊക്കെ ആൾക്കാർ നടന്നിട്ടുണ്ട്. പക്ഷെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും വന്നതിന് ശേഷം അധികം മിറക്കിൾസ് ഒന്നും സംഭവിക്കുന്നില്ല. In fact, he says that there have been almost no occurrences of an authentic miracle which has been recorded scientifically in the modern age. But there have been a lot of ascribed miracles. അതിൽ ഒരെണ്ണം പുള്ളിക്കാരൻ കോട്ട് ചെയ്യുന്നുണ്ട്, and that is also an Indian quote. That's why I am keen to elaborate that. ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു. The documentary is called During Something Beautiful for God. During Something Beautiful for God. I watched the documentary. It's a documentary on Mother Teresa. It's a beautiful documentary. അതൊരു BBC ക്യാമറാമാനും ജേർണലിസ്റ്റും വെച്ചാണ് ചെയ്തത്, and the director was also a British national. After the documentary came out, the director said something very interesting. He said that the cameraman was of the opinion that the ashram or the house of dying, as Mother Teresa called it, was too dark for videography. പക്ഷേ വീഡിയോ പുറത്തു വന്നപ്പോഴത്തേക്കും the entire place was lit in a holy glow, as if the divine energy had lit up the place in spite of the darkness. This was taken up by a church, the religious zealots, everybody as a surefire promise of a miracle. In a very less popular interview with the actual cameraman, the cameraman says something different. He says, I had received a new type of film from Kodak, which I had never used before. I shot the entire documentary with the same film. Because I did not know the proper exposure, the inner shots came out beautifully, but the external shots were all overexposed and had to be shot again. And I have used this film for interior shoots of other areas which have no divinity associated whatsoever, and the same glow and the same lighting was visible in those areas also. ബേസിക്കലി വേറൊന്നുമല്ല, ഹരി ഹൗഡീനിയും നമ്മുടെ ഡേവിഡ് ബ്ലെയിനോ ഒന്നും കാണിക്കാത്ത ഒരു മാജിക് ട്രിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവപുത്രന്മാരും കാണിക്കുന്നില്ല എന്നതാണ് അദ്ദേഹം റെഫർ ചെയ്യുന്ന പോയിന്റ്. And we leave it at that. ഇനി റിലീജിയന്റെ ബ്രൈറ്റ്നെസ് കൂട്ടിട്ടുണ്ടാവോ ഇപ്പൊ നമ്മളെ ഫോട്ടോ എഡിഷൻ ചെയ്യുന്നത് പോലെ വല്ലതും? തമാശക്കാണ് ചോദിക്കുന്നത്. This was that old time of film, but definitely yes, the new film had a better exposure rate as per the photographer. ഇത് അവരുടെ റെഫറൻസ് ആണ്, നമുക്ക് ഫസ്റ്റ് ഹാൻഡ് റെഫറൻസ് ഒന്നും ഇല്ല. But actually that documentary is quite good. If you do get the time, it's available on YouTube. You should definitely see it. It portrays Mother Teresa's work in a very good light. Honest documentary, because there was no flourishes and Times Now in documentary allathodondu angana anavashyamaya flourishes onnu illayirunnu. Honest documentary. Okay, now let's just quickly move on to how a religion starts. Religion എങ്ങനെ തുടങ്ങും, അങ്ങനെ തുടങ്ങുന്നതിനെ കുറിച്ച് ക്രിസ്റ്റഫർ ഹിച്ചൻസ് പറഞ്ഞിരിക്കുന്നത് വളരെ ഡ്രൈ ആണ്. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ an interesting narrative. So I just take a small leeway and replace this with a small section from another book called The God Delusion. God is Not Great and God Delusion, almost similar books are, and The God Delusion is one by Mr. Richard Dawkins. And this book ഒരു specific reference ഉണ്ട് മാത്രമേ പറയുന്നുള്ളൂ. Nothing else from that book, because it's not a book review of that book. It's a book review of God is Not Great. ആഫ്രിക്കയിൽ ഒരു cult ഉണ്ട്. This cult has multiple branches also. This cult is called as a cargo cult. അത് വേറൊന്നുമല്ല, വളരെ തമാശയുള്ള ഒരു കാര്യമാണ്. അതായത്
വേൾഡ് വാർ ടുവിന്റെ സമയത്ത് പല ആഫ്രിക്കൻ ഐലൻഡ്സും ആഫ്രിക്കൻ ഇൻലൻഡ്സും ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ആർമി സപ്ലൈ സ്റ്റോർ ചെയ്യാനും എയർക്രാഫ്റ്റിന്റെ മെയിൻ്റനൻസിനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നു. സോ ദേ റിക്രൂട്ടഡ് ലോക്കൽസ്, ആഫ്രിക്കൻ ലോക്കൽസ്, ട്രൈബൽസ് to protect the establishment because they could not deploy troops there. They use the locals. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത്, ലോക്കൽസിന്റെ മാർച്ച് പാസ്റ്റും വെപ്പൺസും ഒക്കെ പഠിപ്പിച്ചിട്ട് എന്നും രാവിലെ വൈകുന്നേരം ലോക്കൽസ് കൊണ്ട് മാർച്ച് പാസ്റ്റ് ചെയ്യിപ്പിക്കും. ആൻഡ് ഇൻ റിട്ടേൺ ദേ ഗേവ് ദം torches, they gave them lighters, they gave them such interesting things which were very common in the West but were like magic to these people. അപ്പോൾ വേൾഡ് വാർ 2 കഴിഞ്ഞു, ഇവരെല്ലാവരും തിരിച്ചുപോയി. പക്ഷേ ഇവന്മാര് മാർച്ച് പാസ്റ്റ് നിർത്തിയില്ല. Even after so many years, they are still doing march pasts and waiting for a technically advanced god to deliver them more goods. So much so that in a certain island called as a John from Cargo cult, they have created an entire dummy airport with a runway to facilitate the gods to land with the cargo. There is a guy sitting on a tower with bamboo headphones waiting for controlling the aircraft that might come any day. And they do march pasts in this airport to please the technological advanced gods to bring more items to them. It sounds very ridiculous, right? So if someone from another place comes in who has no clue about religion and sees us breaking coconuts in front of deities, piercing ourselves and hanging before deities, etc., etc., they should also feel the same kind of strangeness that we just felt when we heard about people doing march pasts, waiting for divine deities to bring cargo in planes. Okay, fine. So that's basically the crux of the chapter without all those boring details that was in the actual text. Now, immediately he jumps to how a religion ends. He talks about many false and promised messiahs who turned out to be nothing more than frauds. He talks about religions that have died down. Now, we know about gods who have become something else differently. I mean, 1,000 years ago, Thor or Zeus was a god like no other. Blood sacrifices were made for these gods. People were slaughtered. Sacrifices were made to please them at the altars. Now Thor drinks beer with Iron Man in Avengers. That is what happens to religion over time. We can always hope that ours does not come to that kind of end, but our history is very limited. We just have 1,000 to 2,000 years of history for most of our religions, the mainstream religions that we have today. Hinduism may be a different story, but even there, the history is limited. So 2,000 years down the lane, we don't know where our gods will be. So what happened to all those people who prayed to Thor and all those people who prayed to Zeus? Were they praying to false gods? That is a question that Mr. Hitchens poses at the end of this chapter. How do you identify the one true God? And that is actually a very famous joke among atheists. Do you believe in God? I believe in one God less than you. If you believe in Jesus Christ, you don't believe in Allah, you don't believe in Krishna, you don't believe in Brahma, etc., etc., etc. So for that one God you believe in, you don't believe in 10,000 other gods. I just believe in one less God than you. That's the joke. I hope at least some of you got the joke.
Now, coming to the most interesting chapter, does religion make people behave better? This is the ominous chapter 13. Does religion make us behave in a better manner? This is a question that is being posed. മതപഠനം മതം കൊണ്ടുണ്ടാവുന്ന ഒരു morality, does it actually make us better people? So the preliminary question that the author poses is a simple one. Theoretically, this is not possible. Theoretically, tomorrow it is proven that there is no God. There is no God. There is no invisible man in the sky. We are alone. It is absolute. Do you behave any differently tomorrow than you behave today? Do you go out and harm someone? Do you cause hurt to people? Do you do unspeakable immoral things tomorrow just because God disappeared? And strangely enough, a vast majority of people say no. I won't hurt anyone. Okay, fine, God is not there, but I still won't hurt anyone. So your morality does not stem from the existence of God or existence of religion. It stems from something much more intricate, something much more social. It stems from your upbringing, it stems from your society, it stems from who you were brought up as. That is why the saying goes, it takes a village to raise a child. Now we examine the other side of it. Does religion make people behave badly? Now, imagine the terrorists who are organizing the Boko Haram party. You know who Boko Haram is, right? They have kidnapped over 2,000 girls as per Amnesty International, and they have forced them into slavery. They have forced them into all sorts of horrible trades in the name of religion. Do you believe these people would have done this if they did not have the sanction of religion? Do you believe the terrorists would have crashed those jet planes into those twin towers and killed themselves and hundreds of people in the process if they were not convinced that God was on their side? It was God's will that they were doing. Would shooters have climbed into Charlie Hebdo's office and killed, I don't know how many people? I think around 12 people were killed in Charlie Hebdo's office in the name of God because someone drew cartoons that angered certain religious sects. Do you think people would have beaten and killed people for eating beef if they did not believe that God was on their side? ISIS cutting off throats of people. Do you think a normal person would do that if he did not have the divine sanction, or so he believes? That's a question that the chapter poses to us. It negates the fact that religion makes people behave better and then asks us a more serious question. Does religion make us inherently bad people on occasion? India-Pakistante entire split in the കാരണം religion ആണ്. How many thousands died? How many thousands suffered even worse fate? How many women suffered worse fate during the India-Pakistan partition? രണ്ട് രാജ്യമാക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, ഒരു വര മാപ്പി വരച്ച രണ്ട് രാജ്യം. The amount of blood that was shed on that borderline, 2 borderlines, was solely in the name of religion. We have so many histories where if it was not for religion, that bloodshed would have been avoided. That's what the question is being posed. റിലീജിയനോടൊപ്പം അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ഇതും അതിന്റെ ബാക്കിലുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അധികാരം വേണം എന്നുള്ള, അതായത് ഒരു പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആരാവണം എന്നുള്ള ഒരു ചിന്തയിലും കൂടെ ഇത് വന്നതല്ലേ ഹിസ്റ്ററി പരിശോധിക്കുവാണെങ്കിൽ എന്നെനിക്കൊരു I agree about India-Pakistan partition that you had political undertones, പക്ഷേ primary objective was for a Muslim nation. When you talk about the 9/11 attack, these people die along with the people on the plane. They have no other motivations.
religious motivation is largely what drove them. അവർക്ക് presidential aspirations or political ambitions ഒന്നുമില്ല. They died along with the passengers on that plane. Will a sane person do that if there was no God's sanction on him or imagined God's sanction on him? That's the question that the author. We'll come to the discussion immediately, ma'am. I think that is it. See, നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സ് എക്സ്പ്ലോർ ചെയ്തില്ല, and I am also sure that I did not take too much of your time. But the key points that he asked, the key questions that he poses is interesting. It is open to debate. This is a topic that absolutely has to be discussed and dissected, both within oneself and in a environment of peers, if all are open-minded to a discussion and not an argument. But the book is interesting because it exposes a lot of ideas which we do not usually see, do not usually have, are not comfortable discussing. That's basically the book review that I wanted to give you. This book review, I took up this book review specifically because this topic is highly taboo, highly looked down upon, not a comfortable thing to talk in public. That is not right. നമുക്ക് എന്തൊരു ടോപ്പിക് കുറിച്ചും സോഷ്യലി ഡിസ്കസ് ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ എൻവയറമെന്റിൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റത്തുള്ളൂ, നമ്മുടെ കുട്ടിയൊക്കെ വളരാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ഒരു പ്രോഗ്രസ് വരത്തുള്ളൂ. Progress is never achieved by being in your comfort zone. It's achieved by stepping out of your comfort zone. That's the only point I wanted to make from this book review. I'm very sorry it was a crude review because I was a very lazy person and I did not take enough pains to read the book a couple of times. But yeah, the main things that I wanted to put out there are out there. So let's have a, what do you say, Q&A. I would love to hear from you guys. Liji ma'am, please, let's hear what your thoughts are. സാർ, ഞാൻ ഇടയ്ക്ക് ഓരോന്നും ചോദിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. സാർ മാത്രം ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സാർ അറിയുന്നില്ല ആരൊക്കെ ഹിയർ ചെയ്യുന്നുണ്ട്, ആരൊക്കെ ഹിയർ ചെയ്യുന്നില്ലെന്ന്. അപ്പൊ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒന്ന് പറയുമ്പോഴല്ലോ ഒന്ന് ലൈവ് ആവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഓരോന്നും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. പക്ഷെ that is highly appreciated. That's highly appreciated. I am happy to have an engaging session, and I'm sure that I'm talking for that one person who was listening. ഞാൻ എപ്പോഴും ഒരു സദസ്സിൽ പോകുമ്പോൾ പറയുന്ന കാര്യമാണ്, നിങ്ങൾ 100 പേരോ 500 പേരോ 1000 പേരോ എഴുന്നോട്ടെ, ഐ എം നോട്ട് ടോക്കിംഗ് ഫോർ ഓൾ ഓഫ് യു, ഐ എം ടോക്കിംഗ് ടു ദാറ്റ് വൺ പേഴ്സൺ ഹു ഈസ് ആക്ച്വലി ഇൻട്രസ്റ്റഡ് ആൻഡ് ലിസ്ണിംഗ്. അത് മതി. ഒരു പേഴ്സൺ കേൾക്കുന്നുണ്ടെന്നുള്ള ഒരു വിശ്വാസം മാത്രം മതി. അല്ലാതെ എല്ലാവരും കേൾക്കണമെന്നോ എല്ലാവരും ശ്രദ്ധിക്കണമെന്നോ ഒന്നും ഒരു നിർബന്ധമില്ല. ഫോർ ദാറ്റ് വൺ പേഴ്സൺ, ദാറ്റ് എൻ്റയർ ടോക്ക് ഈസ് ഫോർ ദാറ്റ് വൺ പേഴ്സൺ who listens. Excuse me. Anyone has any what do you say, points to make, some observations about what is being said? Sir, ഇത് കേട്ടപ്പോ എനിക്ക് ഓർമ്മ വരുന്ന പഴയ ഒരു ഹിന്ദി സിനിമ ഉണ്ടായിരുന്നു, മറ്റേ അമീർ ഖാന്റെ PK എന്നൊരു സിനിമ. അതിലും ഒരുപാട് ഈ റിലീജിയനെയോ അല്ലെങ്കിൽ റിലീജിയസ് ഗോഡ്സിനെ കുറിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ബാക്കി വെച്ചിട്ടാണ് ആ സിനിമ അവസാനിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ ഓഥറിനെ സംബന്ധിച്ചിടത്തോളം ആൾ എന്തുകൊണ്ട് അത്യസ്റ്റ് ആയി, അതുപോലെ തന്നെ അദ്ദേഹം അവസാനം പറഞ്ഞു വെക്കുന്നത് റിലീജിയൻ ആണ് പല സിന്നുകളുടെയും കാരണം, അല്ലെങ്കിൽ കോസ് ഓഫ് മെനി സിൻസ്. അതുപോലെ തന്നെ എന്താ പറയാ, ചൈൽഡ് അബ്യൂസ് ആയാലും അതല്ലെങ്കിൽ അവർക്ക് ചൈൽഡിലൊരു ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന, ഈ മതം കൊണ്ട് ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് അദ്ദേഹം ലാസ്റ്റ് എന്തുകൊണ്ട് അത് എന്താ പറയാ റിലീജിയൻ ഈസ് നോട്ട് ഗ്രേറ്റ് എന്നുള്ളത് വരുത്തി തീർക്കുവാനായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം അത്തീസ്റ്റിലേക്ക് പോകാനുണ്ടായിട്ടുള്ള പല റീസണുകളിൽ പല കാരണങ്ങളായി പറഞ്ഞു കൊണ്ടുവന്നിട്ടുള്ള ഇതാണ്. അപ്പം പക്ഷെ സാറ് ലാസ്റ്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഒരു ടോപ്പിക് ഇതൊരു ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്കഷൻ ഫോർ സബ്ജക്ട് വിത്തിൻ വൺ സെൽഫ്, ഒരാളുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഒരു വലിയൊരു ഡിസ്കഷൻ നടത്താനുള്ള നല്ല സ്കോപ്പുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ആർഗ്യുമെന്റിലേക്ക് പോയി ഒരിക്കലും അത് അവസാനിക്കാത്ത ഒരു ആർഗ്യുമെന്റ് ആയിട്ട് മാറുള്ളൂ.
അല്ലെങ്കിൽ ഒരു ഡിസ്കഷനിലേക്ക് പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പോയിന്റ് കേട്ടെടുത്തോളം. തീർച്ചയായും sir, that actually that is the basic idea of jihad. Jihad is an internal conflict. The more learned Islamic scholars will tell you that jihad is a very internal conflict between good and bad. And Mujahideen are the ones who fight an internal battle and let good strive over bad. ഇപ്പോൾ ഒരുപാട് അതിൻ്റെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഉണ്ടെങ്കിലും ജിഹാദ് ആസ് എൻ ഐഡിയ ഇസ് എ ബ്യൂട്ടിഫുൾ ഐഡിയ ഓഫ് good and bad fighting within oneself and good winning over bad. അപ്പം സാറ് പറഞ്ഞ ഐഡിയ ബേസിക്കലി അതാണ്. സോ ദാറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ്. ഇങ്ങനെയും ബുക്കുകളുണ്ട്, നമുക്ക് ചിന്തിക്കാനും ആലോചിക്കാനും വളരെയേറെ ഉണ്ടെന്നാണ് സാറിന്ന് ചൂസ് ചെയ്ത ബുക്ക് നമ്മൾക്ക് കാട്ടിത്തരുന്നത്. വളരെ ഭംഗിയായിട്ട് സാർ അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് സാർ. നമുക്ക് ഇറ്റ്സ് അപ്പോൾ ഇൻഡിവിജ്വൽ, ഓരോ ഇൻഡിവിജ്വലിന് അനുസരിച്ചിരിക്കാൻ വായിക്കണോ വേണ്ടോ എന്നുള്ളത്. ഏതായാലും വളരെ മനോഹരമായിട്ട് സാർ അത് റിവ്യൂ, നമുക്കത് വായിക്കാനുള്ള ഒരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സാർ. The whole idea was to make people uncomfortable. That is the basic idea of this discussion. And I think that at least some parts made almost all of us uncomfortable. I also was uncomfortable during some portions of that book. So, see, that is സാർ അത് കുഴപ്പമില്ല സാർ. എന്താ വെച്ചാൽ നമുക്കൊരു ഒരു വെറുതെ പ്ലെയിൻ ആയിട്ട് പറയുന്നതിനെ കാട്ടി നമ്മൾക്കൊരു മനസ്സിലൊരു ഇത് ഒരു എന്താ പറയാ, ഡിസ്കഷൻ മോഡ് സ്വയം തന്നെ വരുത്താനായിട്ടും അല്ലെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാനും കൂടെ നന്നായിട്ട് പറ്റുന്നുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ റിലീജിയസ് ടെക്സ്റ്റുകൾ ഓരോ കാലത്തിനനുസരിച്ചും അല്ലെങ്കിൽ ഓരോ സമയത്തിനനുസരിച്ചും ഓരോ സ്ഥലത്തിനനുസരിച്ചും മാറ്റങ്ങൾ പലപ്പോഴും വരുത്തിയിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത് ഒരു ഫാക്ട്. ആ ഒരു കാര്യത്തില് ഇയാൾ പറഞ്ഞിട്ടുള്ളത് ഒരു നിലയ്ക്ക് ശരിയാണെന്ന് തോന്നാറുണ്ട് പലപ്പോഴും. Okay, if anyone else wants to have a, what do you say, just a, see, disagreement is most welcome. In the scenario, disagreement is what actually moves the point forward. So that is most welcome. But if we all agree on the point, then there is no point. Disagreements, anyone please. ആർക്കും ഡിസഗ്രിമെന്റ് ഇല്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് ബിജുമാക് സാറുണ്ടോ? ബിജുമാക് സാറിന് കുറച്ചും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു ഈ ഒരു ടോപ്പിക്. വളരെ ബിജുമാക് സാറിന്റെ പേര് കാണുന്നുണ്ട്. If no one else wants to contribute, shall we call it a night? ഒരു നല്ല രാത്രി ഇനിയും. അതെ, ഞാൻ സൗണ്ട് ഓൺ ചെയ്തപ്പം ഞാൻ ഇപ്പൊ എന്നെ ഇങ്ങനെ ബിജു റാഫേൽ വിളിച്ചത് കൊണ്ട് എനിക്കിപ്പം ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയി. ഇങ്ങനെ വളരെ കാര്യം, ഞാനിതിലെ ബുക്കിലെ എല്ലാ പോയിന്റുമായിട്ടും വളരെ യോജിക്കുക മാത്രമല്ല, ഇത് കേൾക്കുമ്പോൾ എന്നെ ഇത് കൂടുതൽ കംഫർട്ടബിൾ ആക്കുന്നത് കൊണ്ട് ഞാൻ ഒട്ടും അൺകംഫർട്ടബിൾ ആകാത്തോണ്ട് ഞാൻ പ്രതികരിക്കാത്തത്. വളരെ വളരെ കംഫർട്ടബിളും കാര്യം എന്ന് പറഞ്ഞാല് വളരെ സന്തോഷം തോന്നി ഇതിനകത്തുള്ള. പക്ഷെ ഇതിനകത്ത് പല ഈ ബുക്കില് ഞാൻ ഈ ബുക്കിന്റെ റിവ്യൂ ഞാൻ ഈ ബുക്ക് വായിച്ചില്ല, പക്ഷെ അതിന്റെ ഒരു എക്സെപ്റ്റ് ഞാൻ ഈ നെറ്റിൽ പോയപ്പോൾ കിട്ടി. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലെന്ന് പറഞ്ഞാല് ഞാൻ ആ ഒരു സെക്കൻഡ് ചാപ്റ്റർ മാത്രമാണ് ആ നെറ്റിൽ കണ്ടത്. ഞാൻ ഈ ബുക്ക് എപ്പോഴെങ്കിലും വായിക്കണമെന്നുണ്ട്, കാര്യം പലപ്പോഴും വായിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ബുക്കാണിത്. അപ്പോൾ ഇത് അതിനകത്ത് അതിന്റെ സെക്കൻഡ് ചാപ്റ്ററിൽ എനിക്ക് വളരെ, അതായത് എനിക്കൊരു പ്രത്യേക ഒരു പെർസ്പെക്റ്റീവ്. ഇപ്പം യുഗോസ്ലാവിയൻ വാർ ശരിക്കും പറഞ്ഞാൽ യുഗോസ്ലാവിയയിൽ നടന്നത് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ മുസ്ലിം വാർ ആയിരുന്നു എന്നുള്ളതും അതിനെ എങ്ങനെയാണ് മീഡിയ
അതായത് മുസ്ലിം ഇത് എന്ന് പറയുമ്പോൾ മുസ്ലിമിന്റെ ഇത് പറയുകയും അതേസമയം ക്രിസ്ത്യൻസ് തന്നെ അവിടെ രണ്ട് ഫ്രാക്ഷൻസ് ഉണ്ട്. ക്രൊയേഷ്യൻസ് കാത്തലിക്സും മറ്റേത് പ്രൊട്ടസ്റ്റൻസും അല്ലെങ്കിൽ ഇതും ഓർത്തഡോക്സും എന്താണ്. ഇവർ തമ്മിൽ നടന്ന യുദ്ധങ്ങളും ഇതെല്ലാം റിലിജന്റെ ബേസ് മാത്രമായിരുന്നു. പക്ഷെ അതിനകത്ത് ഞാൻ ആ ഇതിൽ വായിച്ച് കണ്ടതെന്ന് വെച്ചാൽ ഒരു പെർസ്പെക്റ്റീവ് തന്നെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് നമ്മൾ മുസ്ലിംസിനെ ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ സെർബിയൻസിന്റെ മതമോ അല്ലെങ്കിൽ ക്രൊയേഷ്യൻസിന്റെ മതമോ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. അതും ബേസിക്കലി റിലിജൻ മാത്രമായിരുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന റിലീജിയസ് ഇത് മാത്രമായിരുന്നു. മാത്രമല്ല അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോ ഈ സൽമാൻ റുഷ്ദിയുടെ ഒക്കെ ഈ ഇഷ്യൂസ് വരുമ്പോഴത്തേനും ആ സൽമാൻ റുഷ്ദിയുടെ ഒക്കെ ഈ ഫത്വ, ആ ഫത്വയ്ക്കെതിരെ പ്രതികരിച്ച പല ആൾക്കാരും ഇന്ന് വളരെ പ്രസിദ്ധരായ ആൾക്കാർ പലപ്പോഴും പറഞ്ഞ സൽമാൻ റുഷ്ദി അനാവശ്യമായി, അയാളുടെ സൽമാൻ റുഷ്ദിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് ആ ഒരു തമസ്കരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യം തന്നെ അത് ഇയാൾ ഉണ്ടാക്കി, അതായത് സൽമാൻ റുഷ്ദി സ്വയം ക്രിയേറ്റ് ചെയ്ത പ്രോബ്ലം ആണെന്നും ഈവൻ പോപ്പും മറ്റാൾക്കാരും ഒക്കെ ഈ ബ്ലാസ്ഫമി എന്നുള്ള ഒരു കൃത്യം സൽമാൻ റുഷ്ദി ചെയ്തു എന്നാണ് പറഞ്ഞത്. സോ ഇതിലെല്ലാത്തിലും അതായത് കാണുന്ന പറഞ്ഞാൽ ഒരു ഇക്വറ്റബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആർക്കുമില്ല. എല്ലാവരുടെയും അവരുടെ കൾച്ചർ, അവരുടെ മതം, അവരുടെ മറ്റ് രാഷ്ട്രീയം ഇതെല്ലാം അവർ അഭിപ്രായങ്ങളെ കളർ ചെയ്യുന്നു. അത് നമ്മൾ ഒരു സാധനത്തെ നമ്മൾ കൊടുക്കുന്ന ന്യായമല്ല, നമുക്കെതിരെ ഒരു സാധനം വരുമ്പോൾ കൊടുക്കും. അപ്പോൾ നമ്മുടെ ന്യായങ്ങൾ മാറുന്നു. അപ്പൊ ഇതൊക്കെ ഞാൻ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രം എനിക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ ഈ ഇന്നലെയാണ് ആദ്യം പറയുന്നതിന് മുമ്പ് എന്തെങ്കിലും അതിനകത്തുണ്ടോ നോക്കാൻ വേണ്ടി നോക്കി പിന്നെ കണ്ടത്. അതുകൊണ്ട് എനിക്ക് വളരെ കംഫർട്ടബിൾ ആയ ഒരു ഇതായിരുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഹരീഷ് ഷാജിൽ സാറ് ഇത് കേൾക്കുന്നുണ്ട്. സാർ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അനീഷ് രാജ് സാർ പ്ലീസ് രണ്ട് വാക്ക് നമ്മളുടെ ബുക്ക് റിവ്യൂവിനെ കുറിച്ച്. Good evening, all of you. It was a very nice introduction to that book. വളരെ നന്നായി ഹരി. വളരെ ആകസ്മികമായിട്ടാണ് ഞാനത് കേൾക്കാനിടവന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു തിരുവനന്തപുരം കമ്മീഷണറേറ്റിൽ ധാരാളം ഇത്തരം പ്രോഗ്രാംസ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഐ എം എക്സ്ട്രീംലി ഹാപ്പി ദാറ്റ് ശിവ ഈസ് ടേക്കിംഗ് ദി ലീഡ്. ഇത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ ഇത്തരം വർക്കുകൾ. ധാരാളം സ്വച്ഛതയാണെങ്കിലും ഈ ബുക്ക് ഡിസ്കഷൻ എന്നൊക്കെ പറയുന്നത്, ഇത് കേൾക്കുന്ന ഈ 10-16 പേരിലുണ്ടെന്ന് തോന്നുന്നു. ഐ എം എക്സ്ട്രീംലി ഹാപ്പി ദാറ്റ് ദിസ് ഇസ് വാട്ട് വി ആക്ച്വലി റിക്വയർ. ഹരിയുടെ പ്രസന്റേഷനും വളരെ നന്നായിരുന്നു. പക്ഷേ ഇതൊരു ഞാനീ ബുക്ക് വായിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ബുക്കിനെ പറ്റിയിട്ടുള്ള കമന്റ് എനിക്കില്ല. പക്ഷെ സ്വതവേ ഇതിലിപ്പോ ഈ പുസ്തകത്തിന്റെ ഒരു മെത്തഡോളജി പരിചയമില്ലാത്തതോ അല്ലെങ്കിൽ ഈ പുസ്തകം പറയാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പറയുന്നത് എന്താണോ അതിനൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവില് അത്ര പരിചയമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാകാവുന്ന ഒരു സംശയമുണ്ട്. ആ സംശയത്തെ ഒരു പക്ഷെ അഡ്രസ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കംപ്ലീറ്റ് റാഷണാലിറ്റി കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ റിലീജിയൻസ് ഉണ്ടാവുന്നതിൻ്റെയും അല്ലെങ്കിൽ എന്തുകൊണ്ട് റിലീജിയൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെ ഉണ്ടാവുന്നു, അതിനെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അതിന്റെ ചരിത്രത്തെ നിഷേധിക്കാൻ പറ്റും. നിങ്ങൾക്ക് ചരിത്രത്തെ നിഷേധിച്ചുകൊണ്ട് ഒരിക്കലും ചരിത്ര നിഷേധിയായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. യു നീഡ് ടു റിയലി അണ്ടർസ്റ്റാൻഡ് വൈ ഇറ്റ് ഹാഡ് ഹാപ്പൻഡ്. എന്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഹിസ്റ്റോറിക്കൽ മൊമെന്റിൽ റിലീജിയൻ, മതം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആവുന്നു എന്നുള്ളത്. നാം ഈ പറഞ്ഞ ഇപ്പോ യുഗോസ്ലാവിയയിൽ നടന്ന സെർബ്സും ക്രൊയേഷ്യയും തമ്മിലുള്ള ഇഷ്യൂസ് ആണെങ്കിലും ഇതൊരു സിവിലൈസേഷൻ കോൺഫ്ലിക്റ്റ് ആണെന്ന് പറയുന്ന സാമുവൽ പി ഹഡിങ്ടണിന്റെ ആർഗ്യുമെന്റ്സ് ആണെങ്കിലും, സാമുവൽ പി ഹഡിങ്ടൺ ഈ ഇപ്പൊ ഫുക്കയാമയുടെ
ടീച്ചർ എഴുതിയിട്ടുള്ള ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസിൽ പറയുന്ന ഒരു കാര്യം, ലോകത്തിന് ഉണ്ടാവാൻ പോകുന്ന യുദ്ധങ്ങളൊക്കെ മതത്തിന്റെ പേരിലായിരിക്കുന്നു. പക്ഷെ ലോകത്തിലുണ്ടായ പല യുദ്ധങ്ങളും മതത്തിന്റെ പേരിലാണ് എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ നമ്മൾ ഈ മതത്തെ, ആം ഐ ഓഡിബിൾ? യെസ് സർ, യെസ് സർ. മതത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൈസ്ഡ് ആയിട്ടുള്ള ഫോമിലാണ് ആവുമ്പോഴാണ് ഇതൊരു ഒരു പ്രശ്നമാകുന്നത്. പക്ഷേ ഇതിന് കംപ്ലീറ്റ്ലി ചരിത്രത്തിൽ ഇതിന്റെ ഒരു 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 സ്ഥാനത്തെ കംപ്ലീറ്റ്ലി നിഷേധിക്കാനാവില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. മതത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? മതത്തെ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ചർച്ചായിട്ടോ പർട്ടിക്കുലർ ടെമ്പിൾ ആയിട്ടോ പർട്ടിക്കുലർ മോസ്ക് ആയിട്ടോ മനസ്സിലാക്കുമ്പോഴുള്ള ഇഷ്യൂ ആണിത്. ഹരി, ഇതിന്റെ ഈ പ്രത്യേകിച്ച് എത്തീസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത്, ഇറ്റ് ഗോസ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് ദി എക്സ്ട്രീം ഓഫ് completely denying how communities were organized on a particular moment of history and how they have been led. ഇതിലൊരു പക്ഷേ നമുക്ക് എല്ലാം എക്സ്പ്ലെയിനബിൾ, എല്ലാം എക്സ്പ്ലനേഷൻസ് പോസിബിൾ ആവുന്നു എന്ന് പറയുന്ന ഒരു റാഷണൽ, വളരെ സയന്റിഫിക്കും റാഷണലും ആയിട്ടൊരു മോഡേൺ യുക്തിയിലാണ് ഇത് നിൽക്കുന്നത്. പക്ഷേ ഏത് നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു റിലീജിയൻ ആണ് ഈ കോൺഫ്ലിക്ട്സിന്റെ പ്രശ്നം എന്ന് പറയുന്നതിന്റെ ഒരു യുക്തി എന്ന് പറയുന്നത്, ഈ പറയുന്ന നമുക്കൊരു സയന്റിഫിക് റാഷണൽ ചോയ്സ് അവൈലബിൾ ആകുന്ന ഒരു ഗ്രൂപ്പിനാണ്. അങ്ങനെ അല്ലാത്ത നിരവധി ഗ്രൂപ്പുകൾ, അങ്ങനെ അല്ലാത്ത നിരവധി ജനസഞ്ചയമാണ് കൂടുതലും ഉള്ളത്. അപ്പൊ അവരെയാണ് മതം സ്വാധീനിച്ചിരിക്കുന്നത്. മതം സ്വാധീനിച്ചിട്ട് പ്രശ്നമാകുന്നത് ഈ മതത്തിന്റെ കൂടെ രാഷ്ട്രീയവും അതിന്റെ കൂടെ പൊളിറ്റിക്സും ചേരുമ്പോഴാണല്ലോ. when it becomes a point, when it becomes a lead for power, then it becomes a trouble. അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ഈ ഇപ്പോ ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല, ഇതിന്റെ ഒരു പ്രശ്നം, ഒരു ഇഷ്യൂ എന്ന് എനിക്ക് തോന്നുന്നത്, നിങ്ങൾക്ക് ഈ എല്ലാത്തിനും, ഞാൻ ആദ്യം പറഞ്ഞത് റാഷണൽ എക്സ്പ്ലനേഷൻ എല്ലാത്തിനും കൊടുക്കുവാൻ സാധിക്കും എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ ഇന്ത്യയിൽ തന്നെ എല്ലാ മതങ്ങളിലുമുള്ള, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ പറയുന്ന മതത്തിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയാണ്. നമ്മൾ അമ്പലത്തിൽ പോകുന്ന എല്ലാവരും സ്പിരിച്വൽ ഒന്നുമല്ല, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയ ആളുകൾ ആരും തന്നെ വളരെ റിലീജിയസും അല്ല. അപ്പൊ ഇത് കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കരുത്. ഇതൊരു തരത്തിലുള്ള, ഇതെന്തുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആവുന്നു, മതം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാവുന്നു എന്ന് വെച്ചാൽ, ഒരു എക്സ്പ്ലനേഷനും ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇത് വിധിവിഹിതം, ഇത് ആരറിവു എന്ന് കുമാരനാശൻ പറഞ്ഞ പോലെ അതിന്റെ അവസ്ഥ. അപ്പോ ഒന്നുമില്ലെങ്കിൽ ഇത് വിധിവിഹിതമാണ്, അല്ലെങ്കിൽ ഇത് ഗോഡ്സ് ആക്ട് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മെറ്റാഫിസിക്കൽ തിയറി ഫിലോസഫിക്ക് ഇന്ത്യയുടെ, അല്ലെങ്കിൽ ഇന്ത്യൻ സ്പിരിച്വലിസം, ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയോ ഇന്ത്യൻ റിലീജിയൻസോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തരത്തിലുള്ള സൊലാസ്, ഫൈൻഡിങ് സൊലാസ് ഇൻ സംതിങ് അൺഎക്സ്പ്ലെയിനബിൾ എന്നത് ഇതിന്റെ ചരിത്രത്തിൽ, റിലീജിയന്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒട്ടും റാഷണൽ അല്ലായിരിക്കാം. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന നമ്മള് ഏറ്റവും റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ ആരും തന്നെ ഗോഡ് മാന്റെയോ ഗോഡ് വുമന്റെയോ ഒന്നും പുറകെ പോകുന്ന ആൾക്കാരായിരിക്കില്ല. കാരണം ഇത് ഇപ്പൊ സനാതന ഹിന്ദുക്കൾക്ക്, സനാതന ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഒരിക്കലും അമ്പലമോ പള്ളിയോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമുക്ക് അതുകൊണ്ടാണല്ലോ ഈ മായ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടായിരിക്കുന്നത് തന്നെ, നമ്മളെല്ലാം ഒന്നാണെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന വളരെ വളരെ സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനത്തെ വളരെ ആത്മീയമായിട്ട് നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ വളരെ ആത്മീയമായ ഒരു കാര്യത്തെ സോഷ്യലിസമായിട്ട് തന്നെ കാണുന്നു. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, വി നീഡ് എ മീഡിയേഷൻ. ഈ മീഡിയേഷന് വേണ്ടിയിട്ടാണ് ഓരോരോ രൂപങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം, അല്ലെങ്കിൽ അങ്ങനെ വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷെ ഈ ആജ്ഞേയമായ ഒരു ശക്തി ഉണ്ടെന്നോ, അല്ലെങ്കിൽ പ്രകൃതിയുടെ ശക്തി, ഇപ്പൊ എനിക്ക് അങ്ങനെ പലരെ അറിയാം, റിലീജിയൻസിൽ വിശ്വാസമില്ല, മതങ്ങളിൽ വിശ്വാസമില്ല, പക്ഷെ പ്രകൃതിക്ക് ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്താണ് ആ ശക്തി എന്നുള്ളവർക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു മീഡിയേറ്റിംഗ് സ്പേസ് ആയിട്ട് പലപ്പോഴും റിലീജിയൻ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള അതിന്റെ ഒരു എങ്ങനെ ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയി എന്നുള്ളത് അദ്ദേഹം ആ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയേണ്ട, നമുക്ക് വേണമെങ്കിൽ അന്വേഷിക്കാവുന്നതാണ്. അപ്പോ ഈ മതത്തിന്റെ അതിപ്രസരം പോലെ തന്നെയാണ് ഈ അൾട്രാ റാഷണാലിറ്റിയുടെ അതിപ്രസരവും എന്ന് മനസ്സിലാക്കുന്ന ഒരു ബാലൻസിങ് ആയിട്ട്. കാരണം നമ്മള് ഈ പുസ്തകത്തെ ഇപ്പൊ ഐ കംപ്ലീറ്റ്ലി അഗ്രി വിത്ത് ദി ബുക്ക്.
I completely agree with what the book actually says, as you have explained. പക്ഷെ ഞാൻ പറയുന്നത് ഇതിന്റെ ഇപ്പുറം നിൽക്കുന്ന ഒരു എക്സ്ട്രീമിനെ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് എക്സ്ട്രീമായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം റാഷണാലിറ്റിക്ക് കൊടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും റിലീജിയന് വലിയ ഒരു മനുഷ്യ സഞ്ചയത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ നിഷേധിക്കാൻ പാടില്ല തോന്നും. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അത് വളരെ നൈമിഷികമായിട്ടുണ്ടെങ്കിലും വളരെ കുറച്ച് സമയത്തേക്കാണെങ്കിലും ഉണ്ടാകുന്ന ഒരു എന്താ പറയാ ഒരു തരം ഔഷധം, ഒരു തരം പെട്ടെന്ന് പനി മാറ്റുന്ന ഒരു മരുന്ന് പോലെ എന്നൊക്കെയുള്ള രീതിക്ക് അങ്ങനെ ആളുകൾ മാറിയിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് അവരുടെ റാഷണാലിറ്റി അധികം ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഞാനത് പറയാൻ എനിക്ക് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇൻഫാക്ട് ഞാൻ പണ്ടൊരു പേപ്പർ എഴുതിയിട്ട് ഐ ഹാഡ് എ പ്രസന്റേഷൻ നോട്ട് ഇൻ ഇന്ത്യ, ബട്ട് അതില് പറയാൻ ഉദ്ദേശിച്ചിരുന്നൊരു കാര്യം ഇതാണ്. നമുക്ക് ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ പോലെ നമ്മുടെ സമൂഹങ്ങളെ സങ്കല്പിക്കാൻ പലപ്പോഴും സാധിക്കില്ല. അതിന്റെ അർത്ഥം റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ മോശമാണെന്നുള്ളതല്ല. ഇപ്പോ ഈ പല എത്തീസ്റ്റ് ടോക്സും അല്ലെങ്കിൽ ഈ പല സോഷ്യൽ മീഡിയയിലും വരുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇതാണ്. ഈ പറയുന്ന ചില തരത്തിലുള്ള ഹിസ്റ്ററിയുടെ നിഷേധം കാണുന്നുണ്ട്. അപ്പൊ അതിനെ നമുക്ക് കുറച്ചുകൂടെ അത്തരത്തിൽ എങ്ങനെയാണ് ഇത്ര ഇമ്പോർട്ടന്റ് ആവുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അവരുടെ ഒരു ലോജിക്കിനെ എങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെനിക്ക് തോന്നുന്നു ദാറ്റ് ഈസ് ക്വൈറ്റ് ഇമ്പോർട്ടന്റ്. ഐ ഡോണ്ട് നോ വെദർ ഐ എം മേക്കിംഗ് സെൻസ്. ഐ ഹാവ് നോട്ട് റെഡ് ദിസ് ബുക്ക്. പക്ഷെ ഞാൻ കേട്ടതിൽ നിന്ന് എനിക്ക് കംപ്ലീറ്റ്ലി ഐ അണ്ടർസ്റ്റുഡ് വാട്ട് ഹി ഈസ് ട്രൈങ് ടു ഫോർജ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ പറയുന്ന നമുക്ക് ബേസിക്കലി ഇന്ത്യക്കുള്ളത് ഒരു വലിയ റിലീജിയസ് സ്പേസ് അല്ല, ഒരു സ്പിരിച്വൽ സ്പേസ് ആണ്. ആ സ്പിരിച്വൽ സ്പേസിലോ അല്ലെങ്കിൽ ഏത് റിലീജിയൻ ആയാലും ഉള്ള സ്പിരിച്വൽ സ്പേസ് ഇല്ലാതെ വെറും അധികാരത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ മാറുമ്പോഴാണ് ഏത് മതവും മോശമാകുന്നത്. അപ്പോ പോപ്പിന്റെ അധികാരം നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ മറ്റേ അവരുടെ കുറെ സോൾജിയേഴ്സിനെ നിയോഗിക്കുന്നത്. ഐ ജസ്റ്റ് ഫോർഗോട്ട് ദാറ്റ് നെയിം. ഡാൻ ബ്രൗണിന്റെ ബുക്ക് വായിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ടെമ്പിൾട്ടൺ സോൾജിയേഴ്സോ മറ്റോ. അപ്പൊ അത് ബേസിക്കലി ഇറ്റ്സ് എ പവർ പൊളിറ്റിക്സ്. അപ്പോ പവർ പൊളിറ്റിക്സിൽ ഇല്ലാത്ത ഒരുതരം യുക്തിയാണ് ബേസിക്കലി മതം, യഥാർത്ഥത്തിൽ മതം ആവേണ്ടത്. അപ്പൊ അങ്ങനെ, കാരണം ഇതൊരു അഭിപ്രായമാണല്ലോ, ബേസിക്കലി ഇതൊരു അഭിപ്രായമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ബുക്ക് എല്ലാവരും വായിക്കുക. പുസ്തകം എല്ലാവരും വായിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു നമുക്കിതിന്റെ ബാക്കി വശങ്ങളെ പറ്റിയും അറിയാൻ സാധിക്കുന്നത്. എനിവേ ഐ നെവർ പ്രിപ്പയർഡ് ഫോർ ദിസ്. സോ താങ്ക് യു ഹരി ആൻഡ് താങ്ക് യു ശിവ. I just thought of responding just because of the fact that I just want to respect your efforts. അല്ലായിരുന്നെങ്കിൽ ഞാൻ സംസാരിക്കത്തേ ഇല്ലായിരുന്നു. So thank you so much. Thank you, sir. Thank you, sir. Sir, ആ പറഞ്ഞ point, actually I was hoping that someone would make that point. അതായത് മനീഷ് സാർ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് റിലീജിയൻ കനോട്ട് ബി ഡിസ്കൗണ്ടഡ്. അതായത് ഇപ്പം നമുക്ക് അത് വളരെ ലോക്കലായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന കാര്യമാണ്. സാറ് പറഞ്ഞ ആ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് നമുക്ക് വളരെ ലോക്കലായിട്ട് നോക്കാൻ പറ്റും. അതായത് ആധ്യാത്മ രാമായണം തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതുമ്പോൾ രാമനെ ദൈവമാക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമായിരുന്നു. അതിൽ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഈച്ച് പേഴ്സൺ ഹാസ് ടു ഫൈൻഡ് ഔട്ട് ബൈ ഹിംസെൽഫ്. പക്ഷേ അതൊരു സമൂഹത്തിന്റെ ആവശ്യമായിരുന്നു. ദാറ്റ് വാസ് എ റിക്വയർമെന്റ് ഓഫ് ദ പീരിയഡ്. സോ എവറി റിലീജിയൻ ദാറ്റ് ലൈക്ക് സർ സെഡ് ലൈക്ക് ഹിസ്റ്ററി അറ്റ് സം പോയിന്റ്സ് റിക്വയർഡ് certain lapses in rationality and some lapses to a supernatural. അതിനകത്ത് ഈ ബുക്കിനകത്ത് സാറ് റെഫർ ചെയ്ത പോലെ ഈ ബുക്കിനകത്ത് അതിനെക്കുറിച്ച് ഒരൊറ്റ സിംഗിൾ കോട്ട് വെച്ചാണ് അദ്ദേഹം നിർത്തുന്നത്. ആൻഡ് ദാറ്റ് കോട്ട് ഇസ് റാദർ അൺഫ്ലാറ്ററിങ് ബിക്കോസ് ഹി വാസ് നെവർ ഇൻട്രസ്റ്റഡ് ഇൻ ജസ്റ്റിഫൈങ് എ റിലീജിയസ് സെറ്റിംഗ്. ഹി ജസ്റ്റ് wrote only this much, that in an era of pitch darkness it is the best logic to follow the blind man. അതായത് കുറ്റാക്കൂരിട്ടുള്ളപ്പോൾ അന്ധനെ പിന്തുടരുന്നതാണ് ഏറ്റവും നല്ല ലോജിക്, ബിക്കോസ് ഹി നോസ് ദ വേ. ബട്ട് ഇറ്റ് ഈസ് ഫൂളിഷ് ടു കീപ് ഫോളോയിങ് ദ ബ്ലൈൻഡ് മാൻ വെൻ ലൈറ്റ് സ്റ്റാർട്ട് സെറ്റിംഗ് ഇൻ. അതായത്
അന്ധത മാറി വെളിച്ചം വരുമ്പോഴും അതേ അന്ധനെ പിന്തുടരുന്നത് ചാബല്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇറ്റ്സ് എ വെരി ക്രൂഡ് വേ ഓഫ് സേയിങ് ഇറ്റ്, ബട്ട് history, like Sir said, required certain setbacks to rationality and certain access to religion at lot of points. ഇന്നത്തെ റാഷണാലിറ്റി മാത്രമേ നമ്മൾ ആ ബുക്കിൽ കാണുന്നുള്ളൂ. ലൈക്ക് there was a period in all of our histories, of all of world's histories, when we had to fall back on religion. That is a very important point. Like Sir said, you can't live without history. That's the root from which you come. Thank you, sir. Thank you for making the point. I was hoping that someone would put it across. Thank you, sir. Hari, since you have mentioned Tunjata Ramanujan, I thought I should make one more comment. Am I audible? Yes, sir. Yes, sir. What you said is exactly correct. പക്ഷേ ഈ നമ്മൾ എഴുത്തച്ഛനെ പറ്റി പറയുമ്പോൾ അധ്യാത്മ രാമായണത്തെ പറ്റിയോ അല്ലെങ്കിൽ ഭാരതത്തെ പറ്റിയോ ഒക്കെ പറയുമ്പോൾ ഇപ്പോൾ ഈ മലയാളം ചരിത്രം പഠിച്ചവർക്ക് അതറിയാൻ പറ്റും. അതായത് ഒരു കാര്യം പറയുന്നത്, ഈ കേരള സമൂഹം അന്നിപ്പോ മലയാളം എന്ന് പറയുന്ന ഭാഷ തന്നെ ഉണ്ടായിട്ടില്ല. അന്ന് പാട്ട് അല്ലെങ്കിൽ മണിപ്രവാളമൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ചരിത്രകാരന്മാരോ അല്ലെങ്കിൽ സ്വതവേ കാണുന്നത് സംസ്കാര ലോപം എന്ന് പറയുന്ന ഒന്ന്. ഒരു തരത്തിലുള്ള ഈ മണിപ്രവാള കവിതകളിലൂടെ ഈ പറയുന്ന ഭോഗശൃംഗാരം അല്ലെങ്കിൽ കൂടുതലും ഈ പറയുന്ന സ്പ്ലേജിങ് ഇൻ ലക്ഷറി, സ്പ്ലേജിങ് ഇൻ ബോഡിലി ലവ്, ഇങ്ങനെ എല്ലാം വഴിമാറിക്കൊണ്ടിരുന്ന ഒരു സംസ്കാരത്തെ ഇങ്ങനെയാണ് സ്വതവേ ആചാര്യനെ പറ്റി പറയുന്നത്. അതായത് ഈ മറ്റേ പല സ്ത്രീ ഭവനങ്ങളിലും പരസ്ത്രീ ഗമനത്തിലും സ്ത്രീ സംസർഗത്തിലും പിന്നെ അമിതമായ ഭോഗാകുലതകളിലും എല്ലാം അഭിരമിച്ചിരുന്ന ഒരു സംസ്കാരം. അതിനെയാണ് മണിപ്രവാളം റെപ്രസെന്റ് ചെയ്തിരുന്നത് എന്ന് പറയുന്ന ഒരു ക്രിട്ടിക് ഉണ്ട്. അങ്ങനെ വഴിതിരിഞ്ഞു പോയ ഒരു സംസ്കാരത്തെ, ആ സംസ്കാരത്തെ റെപ്രസെന്റ് ചെയ്തിരുന്ന ആളുകളോ അവരുടെ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ അവരുടെ ഇതൊന്നും ഞാൻ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നില്ല, അന്നത്തെ ഒരു ക്രിട്ടിക്കാണ്. അങ്ങനെ വഴിതിരിഞ്ഞു പോയ ഒന്നിനെ തിരിച്ചു കൊണ്ടുവരുന്നത് ഭക്തി പ്രസ്ഥാനമാണ് എന്ന് പറയുന്നത്. അപ്പോ നമ്മള് ഇപ്പൊ പറയുന്നത്, ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഒരു സമൂഹത്തിന്റെ സ്ഥിതി അല്ല പണ്ട്. നമ്മൾ ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ വളരെ നല്ലവരാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണല്ലോ. പഴയ തറവാട്ട് അമ്മാവന്മാരൊക്കെ നല്ലതാണെന്ന് പറയുന്ന ഒരു സമയമാണല്ലോ ഇപ്പൊ. അപ്പൊ അന്ന് ഉണ്ടായിരുന്ന ഈ സംസ്കാര ലോപത്തെ തിരിച്ചു കൊണ്ടുവരുന്നത് അവർണനായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വലിയ കാസ്റ്റ് ഹൈറാർക്കിയിൽ വലിയ ഒരാളല്ലാത്ത എഴുത്തച്ഛനാണ്. ഇത് കേരളത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒന്നല്ല. ഇത് സൗത്ത് ഇന്ത്യയിൽ മാത്രം ഉണ്ടാകുന്നതല്ല. ഇത് അക്രോസ് ദി കൺട്രി. ഇപ്പൊ രാമചരിത മാനസാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോ അക്ക മഹാദേവി എന്ന് പറയുന്ന കർണാടകയിലെ ഭക്തി പ്രസ്ഥാനമാണെങ്കിലും അവിടുത്തെ ഭക്തി പ്രസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഒരു കവിയത്രിയാണ് അക്ക മഹാദേവി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ ഇവിടെ തമിഴ്നാട്ടിലും ഉള്ള മൂവ്മെന്റ്സ്, ഈ ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്നത് ബേസിക്കലി അതൊരു റിലീജിയസ് മൂവ്മെന്റ് അല്ല, അത് മറിച്ച് ഒരു തരത്തിലുള്ള കൾച്ചറൽ റെവല്യൂഷൻ ആണ് എന്ന് പറയുന്ന ആർഗ്യുമെന്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഇവിടെ കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ തുഞ്ചത്ത് ആചാര്യൻ എഴുത്തച്ഛൻ എഴുതിയ പുസ്തകം അല്ലെങ്കിൽ എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മ രാമായണം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇങ്ങനെ വായിക്കാതെ തന്നെ അറിയാവുന്ന സാധനമാണ്. അതിങ്ങനെ ഇപ്പൊ ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം ഇത് തോന്നായിക വേണം, ഇതിങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് പറഞ്ഞ് കേട്ട് പറയാവുന്ന ഒന്നായിട്ട് മാറുന്നത് ഇതൊരു വെർച്വൽ ടെക്സ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഭക്തിയെ ഒരു വെർച്വൽ ടെക്സ്റ്റ് ആയിട്ട് മാറ്റിയിട്ട്, അപ്പോ ഈ ചരിത്രകാരന്മാര് പറയുന്നത് ഈ മലയാള ഭാഷയെ കണ്ടുപിടിക്കൽ മാത്രമല്ല, മലയാള ഭാഷയെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നത് മാത്രമല്ല, ഈ സ്റ്റാൻഡേർഡൈസേഷനിലൂടെ മറ്റൊരു തരത്തിലുള്ള ഭക്തി റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ബ്രാഹ്മണിസത്തിന്റെ അംബാസിഡർ ആണെന്നൊക്കെ വിളിക്കും, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ചരിത്രത്തിൽ ഭക്തി മൂവ്മെന്റ് ഉണ്ടാകുന്നതിന് പലതരം കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോ
അത് നമ്മൾ ഇന്ന് ഈ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു തരം എലീറ്റിസം മാത്രമല്ല ഭക്തി. അപ്പോൾ അതുകൂടെ തിരിച്ചറിയുന്നതായിരിക്കണം ഈ പറയുന്ന റാഷണൽ റീഡിങ്സിലേക്കുള്ള നമ്മുടെ നമ്മുടെ തിരിച്ചുപോക്ക്. അപ്പോൾ ഇതുകൂടെ എനിക്ക് ഐ തോട്ട് ഓഫ്, സിൻസ് യു മെൻഷൻഡ് തുഞ്ചത്ത് രാമാനുജൻ, ഐ തോട്ട് ദിസ് ഇസ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു. ഇത്രയും ചർച്ച വഴിമാറി വന്നതൊക്കെ ആയതുകൊണ്ട് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് 1-2 അഭിപ്രായം കൂടെ പറഞ്ഞാൽ കൊള്ളാം. ഒന്ന്, ഹിസ്റ്റോറിക്കലി മതം ഒരു ആവശ്യമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു റാഷണൽ തിങ്കിങ്ങിന് ഒരു ഫ്യൂച്ചർ ഇല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്, നമ്മളിപ്പോൾ കാണുന്ന അനുഭവങ്ങൾ എന്നുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ദൈവവിശ്വാസവും അല്ലെങ്കിൽ ഇത്തരം റിലിജനുമൊക്കെ പ്രബലമാകുന്നത് നമ്മളുടെ ഒരു മെറ്റീരിയൽ ബെനിഫിറ്റുമായി മെറ്റീരിയൽ അവസ്ഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നില്ലേ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ യൂറോപ്പിലും അല്ലെങ്കിൽ സ്കാൻഡിനേവിയയിലും ഒക്കെ പള്ളികളൊക്കെ അനാഥമാക്കപ്പെടുന്നു. പള്ളികൾ പലതും മാറി അത് സൂപ്പർ മാർക്കറ്റുകളാകുന്നു. അങ്ങനെ അതായത് ജനം അവിടുന്ന്, അതായത് മെറ്റീരിയലി അവർക്ക് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ അവർ ഇത്തരത്തിലുള്ള ഈ ദൈവവിശ്വാസത്തിന് അവർ മാറുന്നു. അപ്പം ദൈവവിശ്വാസം ആക്ച്വലി ഒരു നമ്മുടെ അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നത്. കാര്യം നാളെ എന്തെന്ന് അറിയാൻ പറ്റാത്ത അരക്ഷിതാവസ്ഥയിൽ നിന്നുണ്ടാകുന്നതാണ് ദൈവവിശ്വാസവും മതവും ഒക്കെ ഉള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഈ ഇത്തരത്തിലുള്ള ഇതിനെതിരെയുള്ള ഒരു റാഷണൽ, നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അത് ഇനി കാലഘട്ടങ്ങൾ മാറിപ്പോകുമ്പോൾ, നമ്മുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ് വരുമ്പോൾ നമുക്ക് ഈ റാഷണൽ തിങ്കിന് ഒരു കാലം വരില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാര്യം ഈ ഹിസ്റ്റോറിക്കലി മതത്തിന്റെ ഒരു എത്തിക്കൽ ഇതിന്റെ ഭാഗമായിരുന്നു മതം തന്നെ. അതായത് നമ്മുടെ ഈ ഹിസ്റ്ററിയിലും ഇതിലുമൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലൊക്കെ എത്തിക്സുമായി എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അംശം മതത്തിനുണ്ട്. ഇപ്പോൾ മതം എന്നൊരു സംഭവം അല്ലെങ്കിൽ അടുത്ത ലോകത്ത് പോകുമ്പോൾ ഇന്ന് ശിക്ഷ കിട്ടുമെന്നില്ലായിരുന്നെങ്കിൽ ലോകത്തിന്റെ അവസ്ഥ ഇതിനേക്കാൾ വളരെ മോശമായിരുന്നു. അപ്പം മതത്തിന്റെ എത്തിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സന്മാർഗത്തിന്റെ ഒരു അംശം നമ്മൾ പറയുമ്പോൾ തന്നെ ഈ ഭാവി എന്ന് പറയുന്നതിന് നമ്മൾ ഈ റാഷണൽ തിങ്കിങ്ങിനെ കൂടുതലായി കൊണ്ടുവരികയും അതിൽ ചെയ്യേണ്ടതില്ല എന്നാണ് എനിക്ക് അനീഷ് സാറിന് ചോദിക്കാനുള്ളത്. ഒരിക്കലും ഞാൻ അതിനെതിരെ പറയുന്നതല്ല. ഇൻഫാക്ട് റാഷണൽ യുക്തികളിലെ വർക്ക് ചെയ്യുന്നുള്ളൂ കാര്യങ്ങൾ. പക്ഷെ ഞാൻ പറയുന്നത് ഈ റാഷണൽ യുക്തി എന്ന് പറഞ്ഞ് അതിനൊരു എക്സ്ട്രീമിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന എത്തീസ്റ്റ് മൂവ്മെന്റിനെയാണ്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇൻഫാക്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഈ എത്തിക്കൽ മോറൽ പോയിന്റ് എന്ന് പറയുന്നത് ഒരു റിലീജിയസ് കൺസെപ്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എത്തിക്കല് മോറലായിട്ട് നിങ്ങൾ സ്റ്റാൻഡ് എടുക്കേണ്ടത് നിങ്ങൾ റിലീജിയസ് ആയതുകൊണ്ട് മാത്രമായിരിക്കണം നിർബന്ധമില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഈ എത്തിക്സ് എന്ന് പറയുന്ന വേർഡ് തന്നെ, അല്ലെങ്കിൽ അതിന്റെ മൊറാലിറ്റി എന്ന് പറയുന്ന വേർഡ് തന്നെ ഉണ്ടാകുന്നതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ സാഹചര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ബേസിക്കലി ഒരു നല്ല റിലീജിയസ് ടെക്സ്റ്റും ഈ പറയുന്ന ജിഹാദിനെയോ അല്ലെങ്കിൽ മനുഷ്യന്മാരെ കൊല്ലുന്നതിനെയോ ഒന്നും പറയുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ ടെക്സ്റ്റുകളെ നിങ്ങൾ അപ്പാടെ നിഷേധിക്കണമെന്നില്ല. വാട്ട് യു സെഡ് ഈസ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. യൂറോപ്പിലെ ആളുകൾ ഇത് കംപ്ലീറ്റ്ലി മെറ്റീരിയൽ താല്പര്യങ്ങളിലേക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഇത് പോകുന്നത്. അതിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യക്ക് പുറത്തു പോകുന്ന ആളുകൾ, പക്ഷെ ഇന്ത്യക്ക് പുറത്തു പോകുന്ന ആളുകൾ അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് സംശയമുണ്ട്. അവരവിടെ ചെന്നിട്ട് ഇതിനേക്കാൾ കൂടുതൽ റിലീജിയസ് ആവുകയാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമുക്കിപ്പോ ഈ പറയുന്ന പോലെ ഏറ്റവും വലിയ സയന്റിഫിക് ആയിട്ടുള്ള റോക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴും നമ്മളിവിടെ തേങ്ങ ഉടക്കും. അപ്പം അതൊരു തരം ഒരു കോൺട്രഡിക്ഷൻ ആണ്. പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ എന്തോ ഈ മനുഷ്യന്റെ പെർഫെക്ഷനിൽ അത്ര വലിയ വിശ്വാസം ഇല്ലാത്ത ഒരാളാണ്. ഇൻഫാക്ട് ഇത് ഭാവിയെ പറ്റി അഫ്കോഴ്സ് ഇത് സ്വർഗ നരകം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അത് കംപ്ലീറ്റ്ലി റിലീജിയസ് ആണ്. അങ്ങനെ അല്ലാതെ ആൾക്കാരും ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. അതൊരു റിലീജിയൻ അല്ല, ഒരു തരം സ്പിരിച്വാലിറ്റിയാണ്. ഈ പറയുന്ന സ്പിരിച്വൽ മോഡിനെ നിങ്ങൾക്ക് അപ്പാടെ നിഷേധിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയുന്നത്. അപ്പാടെ നിഷേധിക്കേണ്ട കാര്യമില്ല. കാരണം ആ നിഷേധം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ അതൊരു പീസ് മീലിംഗ്, എന്താ പറയാ, ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ട് നടക്കുന്നതായോണമെന്നില്ല. നിങ്ങളൊരു റാഷണൽ വ്യക്തിയായിട്ട് രൂപപ്പെടുന്നത് നിങ്ങളുടെ ഒരു പ്രത്യേക സാഹചര്യം കൂടെ കൊണ്ടാണ്. അങ്ങനെ അല്ലാത്ത ആളുകളെ പറ്റി നമ്മൾ ആലോചിക്കണമല്ലോ. അപ്പോൾ അവരിൽ ബേസിക്കലി വേണ്ടത്
ഇതിന്റെ ഒരു ഈ എത്തിക്കലും മോറലും ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വയലന്റ് ആവാൻ പറ്റില്ല. റിലീജിയൻ മാത്രമല്ല വയലന്റ് ആയിരിക്കുന്നത്, സ്റ്റേറ്റ് ഫോർമേഷൻസ് വയലന്റ് ആണ്. റിലീജിയൻ മാത്രമല്ല യുദ്ധങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ വയലൻസിന്റെയോ ആളുകൾ തമ്മിൽ അടിക്കുന്നതിന്റെയോ കാരണം റിലീജിയൻ മാത്രമാണെന്ന് കരുതുന്നതിൽ കാര്യമില്ല. മറ്റ് അസോസിയേഷൻസും മറ്റു ഗ്രൂപ്പുകളും സ്റ്റേറ്റ് തന്നെ ഈ പറയുന്നത് പോലെ പലതരത്തിലുള്ള സ്റ്റേറ്റുകളും വയലന്റ് ഫോമുകളാവാം, പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ, ഇന്റർ ട്രൈബ്സ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ തമ്മിൽ വയലൻസ് ഉണ്ടാവാം. ഞാൻ പറഞ്ഞത് നമ്മൾ ഒരിക്കലും റാഷണൽ ആവരുതെന്നോ, നമ്മൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് റാഷണാലിറ്റിയിലാണ് എന്നുള്ളതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അങ്ങനെ അംഗീകരിക്കുമ്പോഴും ഞാൻ പറയുന്നത് അതിനെ ആ അംഗീകാരം അതിനെ വരേണ്ടത് ഈ തരത്തിലുള്ള റീസണിങ്ങിലൂടെയാണ്. അപ്പൊ ഈ നമുക്ക് റീസണിങ് നടത്തുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യത്തെയും കൺസിഡർ ചെയ്യേണ്ടി വരുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇറ്റ് ഷുഡ് ബി കൈൻഡ് ഓഫ് എ സ്പീക്കിംഗ് ഓർഡർ, അത്രേ ഉള്ളൂ. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ അതൊരു തരം സ്പീക്കിംഗ് ഓർഡർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഓർഡറിൽ ഞാൻ പറയുന്നത് ഇപ്പൊ ഈ ബുക്കിന്റെ ചർച്ച വരുമ്പോഴാണല്ലോ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നത്. നമ്മൾ റിലീജിയസ് ടെക്സ്റ്റിനെ പറ്റി സംസാരിക്കുമ്പോഴല്ല ഈ ചർച്ച ഇവിടെ വരുന്നത്. നമ്മൾ അതിന് അങ്ങനെ അല്ലാത്തൊരു ടെക്സ്റ്റിനെ പറ്റി സംസാരിക്കുമ്പോഴാണ് ഈ ചർച്ച വരുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ വെരി ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു മേക്ക് ദിസ് പോയിന്റ്. നിങ്ങൾക്ക് ഇങ്ങനെ ചരിത്രത്തെ ഒരു പരിധി വരെ നിഷേധിക്കാൻ പറ്റില്ല. അതിപ്പോ ഇതിനെ ഇപ്പൊ മാർക്സിന്റെ വർക്കുകൾ തന്നെ ഹെഗലിനെ ക്രിട്ടിക്ക് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഹെഗൽ പറയുന്നത് പോലും നമ്മൾ ആദ്യം പറഞ്ഞ സാധനമായി മറ്റേ സ്പിരിറ്റിന്റെ കാര്യമാണ് പറയുന്നത്. ദ യൂണിവേഴ്സൽ സ്പിരിറ്റ് വിൽ ആക്ട്. ഫാമിലി, സിവിൽ സൊസൈറ്റി, സ്റ്റേറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സ്പിരിറ്റിന്റെ മാനിഫെസ്റ്റേഷൻ ആണെന്ന് പറയുന്നത്. ബേസിക്കലി ഇറ്റ് ഈസ് ഇൻ എ വേ റൈറ്റ്. കാരണം നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് പറയുന്നതിന്റെ ഒരു രീതി മാത്രമാണത്. അപ്പം ഞാൻ ബിജു പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പക്ഷെ ഞാൻ അങ്ങനെ യോജിക്കുമ്പോഴും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ റാഷണൽ ട്രഡീഷൻസിനെ നമ്മൾ കൊണ്ടുപോകേണ്ടത് ആ റാഷണാലിറ്റി. ഇതിന് ഒരു ഇഷ്യൂ കൂടെ ഉണ്ട്, അത് ഞാൻ തൽക്കാലം പറയുന്നില്ല. നമ്മൾ ഈ റാഷണൽ എന്ന് പറയുന്ന പൊസിഷൻ എടുക്കുന്ന ആളുകളുടെ ഒരു തരത്തിലുള്ള ഹൗ ഓപ്പൺ ഹൗ ഓപ്പൺ വി ആർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, അതിലേക്ക് ഞാൻ പിന്നീട് അതൊരു ലിബറൽ കൺസർവേറ്റീവ് ഡിബേറ്റിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒന്നാണ്. അത് എനിക്ക് പറയാൻ ഇവിടെ സമയം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അഫ്കോഴ്സ് റാഷണാലിറ്റിയാണ്. നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു വളരെ സയന്റിഫിക്കും റാഷണലും ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലായിരിക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ കുറച്ചുകൂടെ നന്നായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുക. ദൈവമില്ലാത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾ എങ്ങനെ പെരുമാറും എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ, വാട്ട് ഹി ആസ്, ദാറ്റ് ഈസ് ഓൾസോ ക്വൈറ്റ് ഇമ്പോർട്ടന്റ്. അപ്പോൾ പക്ഷെ നമുക്ക് എല്ലാ ഉത്തരവും ഒരുപോലെ ആയിരുന്നു എന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഏതായിരുന്നു ഒരു സാമ്പിൾ സൈസ് എന്ന് അറിയാം. ഇന്ത്യയിൽ നടത്തി കഴിഞ്ഞാൽ എന്താവും എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ഞാൻ സ്വതവേ ഒരു അരിസ്റ്റോട്ടലിയനാണ്. അപ്പൊ അതില് ഈ പറയുന്ന പോലെ ഒരു വളരെ വളരെ സാവധാനമുള്ള ഒരു സോഷ്യൽ ചേഞ്ച് ആണ് അതിൽ വേണ്ടത് എന്ന് തോന്നുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ പുസ്തകം വായിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിങ്ങനെ ഒരു തരത്തിലുള്ള ഫെനാറ്റിസിസവും നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഐ എഗ്രി വിത്ത് യു ബിജു. ഐ ഡോണ്ട് തിങ്ക് ഐ ഷുഡ് ബി ഡിസഗ്രീയിങ് വിത്ത്. പക്ഷെ അത് പറയുന്നതിന്റെ ഒരു മോഡ്, അതിന്റെ പ്രോഗ്രഷൻ എത്ര പേസിലായിരിക്കണം എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം പല ട്രഡീഷൻസ് ഉണ്ട്. ഇതൊരു വെറുതെ പല ലോക്കൽ ട്രഡീഷൻസ് ഉണ്ട്. ആ ട്രഡീഷൻസിനെ ചിലപ്പോൾ നമുക്ക് അങ്ങനെ പരിപൂർണമായിട്ട് നിരാകരിക്കാൻ പറ്റില്ല. കാരണം അതും ഈ പറയുന്ന ഒരു ക്ലസ്റ്ററിൽ വരുന്നതാണ്. ഇപ്പൊ മലബാറിലെ പല ഇഷ്യൂസും ആളുകൾ തമ്മിലുള്ള പല ഇഷ്യൂസും തീർക്കുന്നത് തെയ്യക്കാവുകളിൽ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ആ ട്രഡീഷൻസിനെ അങ്ങനെ ഒരു ദിവസം എടുത്ത് അങ്ങ് കളയാൻ പറ്റില്ല. ഈ തെയ്യക്കാവുകളിൽ വെച്ച് തീർക്കുന്ന ആളുകളിൽ പല ജാതിക്കാരുണ്ടാവും, പല മതക്കാരുണ്ടാവും, പല പാർട്ടിക്കാരുണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പൊ ഏറ്റവും വലിയ റാഡിക്കൽ മൂവ്മെന്റ് ഇന്ത്യയിൽ കേരളത്തിൽ നടന്നത് ശ്രീനാരായണ ഗുരുവിനാണ്. അദ്ദേഹം ചെയ്തത് മറ്റേ വേറെ എന്താ പറയാ, ഈ വേറെ പഴയ പല ദൈവങ്ങളെടുത്ത് മാറ്റിയിട്ട് ഒരു ദൈവത്തെ എടുത്ത് വെച്ചു എന്നുള്ളതാ. അപ്പൊ കംപ്ലീറ്റ് എന്റെ എംഫിൽ വർക്ക് ഇതിലാണ്. ബേസിക്കലി ഞാൻ വർക്ക് ചെയ്തത് ഈ ചില മൂവ്മെന്റ്സിന്റെ അതിൽ ഒരു ചാപ്റ്റർ ഇതിനെ പറ്റിയിട്ടാണ്. ഈ പറയുന്ന ഈ മൂവ്മെന്റ്സ് എങ്ങനെയാണ്, ഭക്തി മൂവ്മെന്റ്സ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം അതിലേക്ക് ഞാൻ കടക്കണില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കിപ്പോ നമ്മുടെ
ഒരു കല്ലെടുത്ത് മാറ്റാം. നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു കല്ല്, ഒരു കാലങ്ങളായിട്ട് ഇരിക്കുന്ന ഒരു പ്രതിമയോ കല്ലോ എടുത്ത് മാറ്റാം. അതിലൊരു പ്രശ്നമില്ല. പക്ഷെ അത് എങ്ങനെ അത് അവിടെ വന്നു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചിട്ട് വേണം. അല്ലെങ്കിൽ എന്തായിരിക്കാം അതിന്റെ ഒരു ഹിസ്റ്റോറിസിറ്റി എന്നുകൂടെ ആലോചിച്ചിട്ട് ചെയ്യുന്നതായിരിക്കാം നമുക്ക് നല്ലത്. വേൾഡ് ഷുഡ് പ്രോഗ്രസ് ടു എ റൗണ്ട് ടേബിൾ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും സാറ് പറഞ്ഞ ആ ആംഗിൾ അബ്രപ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ്ഡ് ആയിട്ടുള്ള ചേഞ്ചസ് തീർച്ചയായിട്ടും ഒരു സമൂഹത്തെയും പരിഷ്കരിക്കില്ല. അതൊരു സമൂഹത്തെ ഒരിക്കലും തീർച്ചയായും പരിഷ്കരിക്കും. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്കിപ്പോ ഇത്തരത്തിലുള്ള അതായത് നമ്മുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ ഇപ്പൊ ബുദ്ധിസവും ജൈനിസവും ഒക്കെ ഒരു നാസ്തിക മതമാണ്, ദൈവത്തിന് ഒരു സങ്കല്പം ഇല്ലാത്ത മതമായിട്ടാണ്. പിന്നെ അത് പിന്നീട് കാലക്രമത്തിൽ മാറിപ്പോയെങ്കിലും അന്ന് അത് ഉണ്ടാകുമ്പോൾ അതിന്റെ ആരംഭകാലത്ത് അങ്ങനെയാണല്ലോ അത് വരുന്നത്. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് സത്യം. പക്ഷെ ആ സ്പിരിച്വാലിറ്റി റിലിജൻ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നവും പവർ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനത് ആദ്യമേ പറഞ്ഞു, ഇത് ഈ റിലീജിയൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു പൊളിറ്റിക്സിലേക്കും അതിലേക്ക് പവറും വരുമ്പോഴാണ്, അതിലേക്ക് സ്റ്റേറ്റ് വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഗാന്ധിക്കും ശ്രീനാരായണ ഗുരുവിനും ഒരു ഡിബേറ്റ് സാധ്യമാവാതിരിക്കുന്നത് നാരായണ ഗുരു കംപ്ലീറ്റ്ലി സ്പിരിച്വലും ഗാന്ധി കംപ്ലീറ്റ്ലി റിലീജിയസും ആയിരുന്നു എന്നുള്ളതാണ്. അവിടെ നമുക്കൊരു ഒരു അവസാനം അവരുടെ ഡിബേറ്റ് എങ്ങും എത്താതെ പോവുകയാണ് ബേസിക്കലി. അപ്പോ അതായത് നാരായണ ഗുരുവിന് വ്യവസ്ഥിതി മാറ്റുമ്പോൾ ഗാന്ധി ഈ വ്യവസ്ഥിതി മാറ്റമല്ല, വ്യവസ്ഥിതിക്ക് അകത്തുള്ള സൗജന്യങ്ങളെ കുറിച്ചാണ് പുള്ളി ചിന്തിച്ചത്, എങ്ങനെ ഇത് ചെയ്യാമെന്നുള്ളത്. അങ്ങനെയുള്ള നാരായണ ഗുരുവിന്റെ ക്രിട്ടിക് ആയിരുന്നു എന്റെ ഒരു വർക്ക്. അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ എന്റെ റിസർച്ച് തന്നെ അതിലായിരുന്നു കുറച്ച്. അപ്പൊ അതൊരു വേറൊരു സ്റ്റാൻഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാൾക്ക് കംപ്ലീറ്റ്ലി റിലീജിയസ് ആയിട്ടുള്ള, നമ്മൾ ഇന്ന് കാണുന്ന ഒരു റിലീജിയസ് ഇതിലേക്ക്, അപ്പൊ നമുക്ക് ഇപ്പൊ ലിജി തമാശക്കാണ് ചോദിച്ചാലും കോഴിയാണോ മുട്ടയാണോ ഉണ്ടായെന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് സ്പിരിച്വൽ ആയ ഒരാൾക്ക് അതൊരു പ്രശ്നമല്ല. ഇപ്പൊ ലിജി കേൾക്കണ്ടെന്ന് പറഞ്ഞുകൂടാ, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായ തമാശക്ക് ചോദിച്ചെങ്കിലും അതൊരു റിലീജിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്പിരിച്വൽ ആയ ആൾക്ക് അതൊരു പ്രശ്നമല്ല. നിങ്ങൾക്ക് അത് എന്താണെങ്കിലും പ്രശ്നമില്ല എന്നുള്ളതാണ്. ബിക്കോസ് യു ഡോണ്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. കാരണം നിങ്ങൾക്ക് ഇപ്പൊ മുട്ടയാണ് ആദ്യം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിന്റെ അപ്പുറത്തെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. ഈ ബേസിക്കലി ഇത് രണ്ടും ഒരു മാനിഫെസ്റ്റേഷൻ ആണ് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് അതൊരു പ്രശ്നമല്ല. എന്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഉത്തരം വേണം എന്നുള്ള ഒരു വാശി വരുമ്പോഴാണ്. നമുക്ക് എല്ലാത്തിനും ഉത്തരം വേണം എന്നുള്ളൊരു വാശി സ്പിരിച്വാലിറ്റി പറയുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ ഉത്തരങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ദൈവത്തെ സൃഷ്ടിച്ചത്. കാര്യം നമുക്ക് ഈ പറയുന്നൊരു ചോദ്യത്തിന് ഉത്തരം വേണമെന്ന് നമുക്ക് വാശി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇവിടെയുള്ള 10-13 പേരിൽ നിന്ന് 10,000 വാദഗതികൾ ഉണ്ടാവാം. അപ്പൊ ഞാൻ പറയാണ് എനിക്ക് അതിന്റെ ഒരു ഉത്തരത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം തീർന്നു. കാരണം ദാറ്റ് ഇസ് ഇമ്മെറ്റീരിയൽ. നമ്മൾ ഇന്നത്തെ സംഭാഷണത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്നായിട്ട് അത് മാറുന്നില്ല എന്നാണ്. കാരണം അത് എനിക്ക് ഉത്തരം വേണമെന്നുള്ള നിർബന്ധം ഇല്ലാതാവുമ്പോ അത് പ്രശ്നം തീരും. ഞാൻ പ്രതി ഇത്തരത്തിൽ ഈ കണ്ടക്സ്റ്റുവൽ ആയിട്ട് അതിനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നം തീർന്നു. ഇത് പക്ഷെ സ്പിരിച്വൽ ആണെന്നുണ്ട്, ഇത് റിലീജിയസ് ആൻസർ അല്ല. ഇത് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി റിലീജിയസ് ആവുന്ന ഒരാളാവാനും പറ്റില്ല. അപ്പൊ ഇങ്ങനെ പക്ഷെ റാഷണാലിറ്റിയുടെ പ്രശ്നം എന്താ? റാഷണാലിറ്റിയുടെ പ്രശ്നം ഇതുവരെ സയന്റിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കും. കോഴിയാണ് ആദ്യം ഉണ്ടായെന്ന് പറയും. അപ്പോഴും ഇതേ പ്രശ്നം ഉണ്ടാകുന്ന ഞാൻ പറയുന്നത്. കോഴി നിങ്ങൾക്ക് ഒരിക്കലും ചരിത്രത്തിൽ ഇത് നിർത്താൻ പറ്റാത്ത ഡിബേറ്റ് ആയിട്ട് മാറുമ്പോ നമുക്ക് എവിടെയെങ്കിലും ഇത് പോസ് ചെയ്യേണ്ടി വരും. എനിവേ, ആ പോസ് തൽക്കാലം ഞാൻ എടുക്കുകയാണ്. ഐ തിങ്ക് ഐ ഹാവ് സ്പോക്കൺ മച്ച് മോർ. താങ്ക് യു ഓൾ ഓഫ് യു. ഗുഡ്. താങ്ക് യു സർ. ശിവപ്രസാദ് സാർ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ലിജി. സർ അനീഷ് സാർ, പ്രത്യേകം നന്ദി. ഞങ്ങളുടെ ഈ ക്ലബിന്റെ ഇതിൽ ജോയിൻ ചെയ്തതിന്, നമ്മുടെ ബുക്കിൽ ജോയിൻ ചെയ്ത കുറേയധികം ദീർഘമായ നല്ലൊരു സാറിന്റെ വിഷയം എല്ലാം ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നതിൽ വളരെയധികം നന്ദി. ഈ ബുക്ക് റിവ്യൂവിന്റെ മാസ്റ്റർ പ്ലാൻ തന്നെ നമ്മുടെ ശിവപ്രസാദ് സാർ തന്നെയാണ്, വേറെ ആരും അല്ല. അനീഷ് സാറിന്റെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ഹലോ.
കേൾക്കാമോ? ഞാൻ കേൾക്കുന്നുണ്ട് ലിജി. യെസ്. കേൾക്കുന്നുണ്ട്. അപ്പൊ റെസ്പോൺസ് ഇല്ലാത്തോണ്ട് ഞാൻ എന്തെങ്കിലും നെറ്റിന് പ്രോബ്ലം വന്നു വിചാരിച്ചു. അപ്പൊ വളരെയധികം നന്ദി സാർ. ഹരീഷ് സാർ, ഇത്രയും ഹരി സാറിനും വളരെയധികം നന്ദി. ക്ലബിന്റെ പേരിലും ഇവിടെ എല്ലാവരും ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി പറയുന്നു. ഇനിയും അടുത്ത സെഷൻസ് ഒക്കെ ഉണ്ടാവും. ഹനീഷ് സാറിന്റെ സാന്നിധ്യം എല്ലാ സെഷനും ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുള്ളുന്നു. ശിവപ്രസാദ് സാറ് എന്റെ അഭിപ്രായം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹരിയുടെ പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു. പിന്നെ അതിനുശേഷമുള്ള ചർച്ചയും വളരെയധികം നന്നായിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ടൈം കുറച്ച് എക്സീഡ് ആയെങ്കിലും നല്ല പല രീതിയിലുള്ള വാർത്തകൾ കേൾക്കാൻ കഴിഞ്ഞു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു ആൾ. താങ്ക് യു സർ. സ്വരൂപേ, ഇത് ഞാൻ